വളരെ സന്തോഷം തോന്നുന്നു. കാരണം വേറെ കൊണ്ടല്ല, ഒന്ന്, കഴിഞ്ഞ 13 വർഷമായിട്ട് വെൽനസ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം. അതിലേറെ അഭിമാനം എന്ന് പറയുന്നത് ഈ മനോഹരമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിട്ട് 3 വർഷത്തോളമായി അന്നും ഇന്നും ഒരേപോലെ പവർഫുൾ ആയിട്ട് ഫീൽഡിലും അതുപോലെ തന്നെ സൂം പ്ലാറ്റ്ഫോമിലും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ അഭിമാനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അഭിമാനം എന്ന് പറയുന്നത് ബയോട്ടോണിക് കമ്പനിയിൽ വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലും അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ട് മനേഷ് സാർ, ഡാൻ സാർ അടങ്ങുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ബെന്നി സാറൊക്കെ അടങ്ങുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനം എന്ന് പറയുന്നത്. എന്താണെങ്കിലും വളരെ ശക്തമായിട്ട് പ്രയോജനപ്പെടുവാൻ ഇന്നത്തെ കാലം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. നമുക്കറിയാം എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, പല രീതിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ഈ ആരോഗ്യത്തെ കുറിച്ചാണ് നിങ്ങളോട് ദിനം പ്രതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നമ്മുടെ മെയിൻ ലീഡേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും ഞാൻ എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഫ്രണ്ടിൽ നിറവേറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടി എന്നെ ഒന്ന് പരിചയപ്പെടുത്തിട്ട്, എന്റെ പേര് ജയ്മോൻ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ കരിമോൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇതൊക്കെ ടെക്നിക്കൽ എറേഴ്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് സദയം എല്ലാവരും സഹിക്കുക, ക്ഷമിക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് എനിക്കൊന്നും ഈ പ്രഭാതത്തിൽ പറയാനില്ല. എന്താണെങ്കിലും നമുക്കറിയാം, ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുള്ളത് പോലെ ഞാൻ 1-2 പിക്ചർ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഓക്കെ, ഞാൻ 1-2 പിക്ചർ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മൾ ശശി തരൂർ എം പി ഇങ്ങനെ പറഞ്ഞു. ശശി തരൂർ എം പി നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏതൊരു മനുഷ്യന്റെയും ഒരു വ്യക്തി ആരോഗ്യവാനാണോ അനാരോഗ്യവാനാണോ എന്നറിയണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഏത് കോടീശ്വരനെയും ഏത് കൊട്ടാരത്തിൽ താമസിപ്പിക്കുന്നതിനെയും ദരിദ്രനാക്കി മാറ്റുന്നത് ഒരു രോഗമാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. സത്യമാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. എത്ര സാമ്പത്തികം ബാങ്കിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര ഉന്നമനത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്രത്തോളം സമ്പത്തുണ്ടെന്ന് അഹങ്കരിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളിൽ ആവസിക്കുന്ന ഈ ഫുള്ള് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു രോഗത്തിന് രോഗത്തിന് അടിമയായി മാറിയാൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണമെല്ലാം പോകാൻ നിസ്സാര സമയം മതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. രണ്ടാമത് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് കോവിഡിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു വർഷത്തെ ഇങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. AD BC എന്ന് കണക്ക് കൂട്ടാറുണ്ട് അല്ലെ? ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് മുൻപും. എന്നാൽ കോവിഡിന് ശേഷവും ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, പഠിപ്പിക്കുന്നത്. കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ഒട്ടനവധി പ്രിയപ്പെട്ടവര് നമ്മളെ വിട്ട് കടന്നു പോയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു കോവിഡ് മുതൽ കോവിഡിന് ശേഷമുള്ള ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ ഒന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം മരണം നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു ദിവസം 3 മരണം, അതും അറ്റാക്ക് മാത്രമായിട്ടാണ് നടന്നത്. അറ്റാക്ക് മാത്രമാണ് എനിക്ക് പരിചയമുള്ള ആളുകൾ നടന്നത്. അത് 49 വയസ്സ്, 53 വയസ്സ്, അതുപോലെ 47 വയസ്സ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് മരണപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ വൈറസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, നമ്മളെ കാർന്നു പിടിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ പരിഭ്രാന്തരായി ഓടി. ഞാനിപ്പോ താമസിക്കുന്നത് അമ്പലമേട് പ്രദേശത്താണ്. അവിടെ റിഫൈനറി എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനമുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ അകത്ത് പല ടാങ്കുകളുമുണ്ട്. അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടാങ്കാണ് അമോണിയ ടാങ്ക്. ഈ അമോണിയ ടാങ്കിന് ചെറിയ ഒരു ലീക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെല്ലാം അതിന്റെ അകത്ത് പണി ചെയ്യുന്ന ആളുകൾ ഓടിക്കൂടേണ്ടതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനപ്പുറത്തേക്ക് അവർ കടത്തി വിടത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ ഓടിക്കൂടും. എന്ന് പറയാൻ പരിഭ്രാന്തരായി ഓടിക്കൂടുന്ന സാധ്യത. എന്നാൽ പുറത്ത് നിൽക്കുന്ന ആളുകൾ പരിഭ്രാന്തരായി ഓടും. തെക്കോട്ട് ഓടേണ്ടവർ വടക്കോട്ട് ഓടും, വടക്കോട്ട് ഓടേണ്ടവർ തെക്കോട്ട് ഓടും. ഇങ്ങനെയുള്ള സമയമാണ്. എന്ന് പറഞ്ഞതുപോലെ കോവിഡിന് ശേഷം എന്ത് ചെയ്യണം, അല്ലെ കോവിഡ് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം തിരിഞ്ഞ നിരാശയിലായിരുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഒരുപാട് ജനങ്ങളല്ല, ശാസ്ത്രം വരെ തോറ്റുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കോവിഡ് സമയത്ത് ഇതിനൊന്നും ഒരു വാക്സിൻ നമ്മൾ കണ്ടുപിടിച്ചില്ല. കാരണം പെട്ടെന്ന് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞൻ വൈറസ് ആയിരുന്നു അല്ലെ?
നമുക്കറിയാം എന്താണ് റെംബൂട്ടാൻ പോലുള്ള ഒരു പടമൊക്കെയാണ് അതിന് വരുന്നത്. കുഞ്ഞിനൊരു വൈറസ് ആയിരുന്നു നമുക്ക് അന്ന് കാണാനായിട്ട് പറ്റിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഡോക്ടർമാർ പല രീതിയിൽ നെട്ടോട്ടം തിരിച്ചിട്ടൊന്നും ഇതിനെ വകവരുത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഇന്ന് ഈ അമ്പലമോളിൽ ഒരു കോവിഡ് രോഗി ഉണ്ടെങ്കിൽ ശരിക്കും പാലാരി വട്ടത്ത് വരെ ബ്ലോക്ക് ചെയ്ത ഒരു സംവിധാനം അന്നുണ്ടായിരുന്നു. ഇന്ന് കോവിഡ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെങ്കിൽ പോലും ഇന്ന് അത്രയും പ്രസക്തിയില്ല. കോവിഡിൻ്റെതായിട്ടുള്ള ആ പ്രസക്തി ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആരോഗ്യരംഗം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ചില മുൻകരുതലുകൾ അവർ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ വിട്ടുകൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ പരിഭ്രാന്തരായിരുന്നപ്പോഴാണ് എന്ത് മെഡിസിൻ ആണ് ഇതിനെ ഉപയോഗിക്കുന്നത്. പല മെഡിസിൻസുകളും ആളുകൾ ഉപയോഗിച്ചു, മാസ്ക് ഇട്ട് നടന്നു, വീട്ടിലിരുന്നു, റെസ്റ്റ് എടുത്തു, പുറത്തു പോകാതെ വന്നു. ഞാനൊക്കെ ഒരുപാട് ദിവസങ്ങൾ പട്ടിണി കിടന്നു. കാരണം വേറെ ഒന്നുമല്ല, പുറത്തു പോയാൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ള നിലയിൽ തന്നെ ഒത്തിരി ആളുകൾ പട്ടിണി കിടക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, ഈ സമയത്താണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞു. അന്ന് വരെ നമ്മൾ നല്ല ആരോഗ്യവാനായിരുന്നു, യാതൊരു പ്രശ്നവും നമുക്ക് നിലയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് പറഞ്ഞു, രോഗം വന്നാൽ ചികിത്സിക്കാൻ വ്യത്യസ്ത തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. ക്ലിനിക്ക് മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരുപാട് ഹോസ്പിറ്റലിന്റെ പേരുകൾ നമുക്കറിയാം. അതുപോലെ ഹോസ്പിറ്റലിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നറിയാം, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നറിയാം. അങ്ങനെയുള്ള ഒരുപാട് ഓമന പേരിൽ വിളിക്കുന്ന ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പം എന്റെ സ്ഥലം ഈ അമ്പലമോൾ ഭാഗത്താണെങ്കിൽ എറണാകുളം മുതൽ ഈ അമ്പലമോൾ ഭാഗം വരെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഏകദേശം ഒരു 6-7 വർഷം കൊണ്ട് എത്ര മെഡിക്കൽ സ്റ്റോർ ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുക. മെഡിക്കൽ സ്റ്റോറും ഹോട്ടലുകളും തന്നെയാണ് പുതിയതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളും നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ എന്തൊക്കെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, രോഗികളുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രി, മറ്റുള്ള സംവിധാനങ്ങൾ ഒക്കെയുണ്ട്. രോഗം വരാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും കാതലായ പ്രശ്നം എന്ന് പറയുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ. അസുഖം വന്നിട്ടല്ല ആരും ചികിത്സിക്കേണ്ടത്, അസുഖം വരുന്നതിന് മുൻപാണ് ചികിത്സിക്കേണ്ടത്. ഞാൻ പല സ്ഥലങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും അസുഖം വന്നവർക്കല്ല ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നമ്മൾ പറയുന്നത്. അസുഖം വരാതിരിക്കാൻ അല്ലെ. വണ്ടിയുടെ ഇൻഷുറൻസ്, നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് എന്റെ വണ്ടിക്ക് 25,000 50,000 രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തോടു കൂടി പുറത്തു കൊണ്ട് ഇടിപ്പിക്കാറില്ല. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർ വളരെ മാന്യമായിട്ട് തന്നെയാണ് പുറത്ത് വണ്ടി ഓടിക്കുക. എന്ന് പറഞ്ഞതുപോലെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ, ഒരു പ്രിക്കോഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ എടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഗവൺമെന്റ് പറഞ്ഞത്, എല്ലാ ഗ്രാമാന്തരങ്ങളിലും വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കണം. എല്ലാ ഗ്രാമാന്തരങ്ങളിൽ വെൽനസ് സെന്റർ സ്ഥാപിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതിനോടൊപ്പം തന്നെ ഈ പ്രത്യേക കാര്യം ഏറ്റെടുത്ത ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഒരേ ഒരു കൂട്ടം എന്ന് പറയുന്നത്, എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, അതിന് സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ ഫോക്കസ്ഡ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരേ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബയോട്ടോറിയം കമ്മ്യൂണിറ്റി ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം കോട്ടയം ഭാഗത്തേക്ക് ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ 8 സെന്ററുകളുണ്ട്. അവിടുത്തെ ലീഡറാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലീഡേഴ്സ് ആണ് ചെയ്യുന്നത്. എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് എങ്ങനെ ഒരു ആരോഗ്യവാനായിരിക്കാൻ പറ്റും? നിങ്ങൾ ഇപ്പൊ അനാരോഗ്യവാനായിട്ടുള്ള സ്ഥിതിയിലാണോ യാത്ര ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം, അതിന് റെമഡി ഞങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം 8ഓളം സെന്ററുകൾ കോട്ടയം ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലെ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റുള്ള വിവിധ ജില്ലകളിൽ, കേരളത്തിൽ എത്ര ജില്ലകളുണ്ടോ അത്രയും ജില്ലകളിലും ഇതുപോലെ വെൽനസ് സെന്റർ സ്ഥാപിച്ചിട്ടുള്ള ഒരേ ഒരു ശരിക്കും പറയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ബയോട്ടോറിയം വിഭാഗമാണെന്ന് ഞാൻ അഭിമാനത്തോടെ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്ക് അന്നേരം അറിയാൻ പറ്റും ഒരുപാട് രോഗികളുണ്ട്. ചില ആളുകൾ പറയും, സാറേ എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. അതെ, ഓക്കെയാണ്, യാതൊരു പ്രശ്നവും ഇല്ല, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് പോകാൻ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇന്നലെയും പോയ സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ട്, ആകെ 22 വയസ്സ് മാത്രമേ ഉള്ളൂ, മിടുക്കിയായ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതിന്റെ പ്രായം എന്ന് പറയുന്നത് 22 വയസ്സാണെങ്കിൽ അതിന്റെ പൊക്കം 148 സെന്റിമീറ്ററേ ഉള്ളൂ. അതിന്റെ പൊക്കം 148 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ നിലവിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 96 കിലോയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹത്തിന് എത്ര വെയിറ്റാ വേണ്ടത്? ആ വെയിറ്റ് എന്താണെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞു തരാം. ആ വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും 50 കിലോയെ പാടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 96 ആകുമ്പോൾ 46 കിലോ കൂടുതലാണ്. ഒരു ഹാർട്ടുള്ള, ഒരു തലച്ചോറുള്ള, 2 കണ്ണുള്ള, ഒരു വായുള്ള, 2 കൈയുള്ള ആ വ്യക്തിയുടെ, അല്ലെങ്കിൽ 2 കിഡ്നിയുള്ള ആ ഒരു വ്യക്തിക്ക് വേണ്ടത് 50 കിലോയാണെങ്കിൽ ഒരാളും കൂടി അദ്ദേഹത്തിന്റെ ശരീരത്തെ ആവഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഒരാൾക്ക് കൊടുക്കുന്ന ഫുഡ് കൊണ്ട് 2 പേരാണ് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് പിടിപെടി. ഞാൻ കണ്ടപ്പോ തന്നെ ചോദിച്ചു, മാഡം
മാഡത്തിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, PCOD പോലുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെ സാറിന് മനസ്സിലായത്? ഇന്നലത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളെ കുറിച്ച്, ഞാനൊന്ന് കൗൺസിൽ ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ആ കാര്യം പറഞ്ഞു. അവരപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അംഗീകരിക്കുകയും അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ട് അതിലേക്ക് എൻ്റർ ആവുകയും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഒരു വ്യക്തി ആരോഗ്യവാനാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. മാതാവ് പറഞ്ഞു എന്റെ മോൾക്ക് ഒരു പ്രശ്നവുമില്ല, അവരൊരു കൗൺസിലറാണ് അല്ലെ, എന്റെ മോൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ചില കാര്യങ്ങൾ അവിടെ ഫ്രണ്ടിലേക്ക് ഇട്ടു. ആ ഫ്രണ്ടിലേക്ക് ഇട്ട കാര്യങ്ങൾ നിങ്ങളുടെയും ശ്രദ്ധയിൽ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഒന്ന്, മനുഷ്യന്റെ 3 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് നമുക്കറിയാം വെയിറ്റ്, ഐഡിയൽ വെയിറ്റ് പറഞ്ഞു, ഐഡിയൽ ഫാറ്റിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു, അതുപോലെ BMI കുറിച്ച് പറയാൻ പോകുന്നു. ഇത് 3ഉം കറക്റ്റ് അല്ലെങ്കിൽ അവൻ അൺഹെൽത്തി ആണെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. അത് ആരും പറയണ്ട, ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇരുന്ന് കൊടുക്കണ്ട അല്ലേ. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ. ഒന്ന്, എങ്ങനെയാണ് നമ്മൾ വെയിറ്റിനെ കണക്ക് കൂടുന്നത്? ഒന്ന്, നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരെ നിന്നിട്ട് സെന്റിമീറ്ററിൽ ടേപ്പ് വെച്ച് നടന്നിട്ട് അതിൽ നിന്ന് 100 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടേണ്ടത് അതായിരിക്കണം ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം 160 സെന്റിമീറ്റർ ഉള്ള ഒരു വ്യക്തി നേരെ നിർത്തിയിട്ട് അദ്ദേഹത്തിൽ അളക്കുന്ന സമയത്ത് 160 കിട്ടിയിട്ടുള്ളത്. 2, ആ 160 സെന്റിമീറ്ററിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് 100 കുറയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോയാണ്. ഒരു തർക്കവും വേണം, നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് പഠിക്കാതെ ഒന്നും പുറത്തേക്ക് ഇറങ്ങി ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള പഠിക്കാൻ വേണ്ടി, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ ഉരുക്കി തെളിക്കാൻ വേണ്ടി തന്നെയാണ് ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഒട്ടനവധി ആളുകൾ ഈ പ്രഭാതത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കയറി വന്നിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, ഈ ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഒന്നിനും പരാജയപ്പെടാൻ പാടില്ല, ഒന്നിനും പരാജയപ്പെടാൻ പാടില്ല. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, പുറം ലോകം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. റിപ്പീറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആവർത്തന വിരസത തോന്നിയാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനാ പറയുക? നിങ്ങളെ പഠിപ്പിക്കാനാ, നിങ്ങളെ ഉരുക്കി തെളിക്കാൻ. നിങ്ങൾ ആലോചിച്ച് ഒരു കൊച്ചു കുട്ടിയെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ആ സ്കൂളിൽ ആ കൊച്ചിന് എടുക്കാൻ മേലാത്ത പഠിപ്പുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അല്ലെ. സ്കൂളിൽ പഠിപ്പിച്ചു, വീട്ടിൽ പഠിപ്പിച്ചു, അമ്മ പഠിച്ചത് കൂടാണ്ട് അപ്പം പഠിപ്പിച്ചു, എന്നിട്ടും തികഞ്ഞില്ല, പിന്നെ ഒന്ന് റിവൈസ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് പഠിപ്പിക്കുക. ഇത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഇതിനകത്ത് യാതൊരു സംശയം. നിങ്ങളെ എന്താണെങ്കിലും തികഞ്ഞൊരു വെൽനസ് കോച്ചാക്കി, വെൽനസ് കൺസൾട്ടന്റ് ആക്കി നിങ്ങൾ ആക്കുക എന്നുള്ള ദൗത്യമാണ് ഈ KBC എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിടെ ഏറ്റെടുത്തിട്ടുള്ളത്. മറ്റു പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്, അതൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ വെയിറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ആ കൃത്യമായിട്ട് 60 കിലോ ആണ്. രണ്ടാമത് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ BMI. അപ്പം 3 കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് വേണ്ടത്? 80 സെന്റി. വളരെ കൃത്യമായിട്ട് പിക്ചറിൽ കാണുന്നുണ്ടല്ലേ. അത് ജെൻസിനെ സംബന്ധിച്ചിടത്തോളം 90 സെന്റിമീറ്റർ നമുക്ക് വേണം. ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ ടേപ്പുകളുണ്ട്. ഈ ടേപ്പുകൾ എടുത്തിട്ട് നമ്മുടെ പൂക്കളിന്റെ ചുറ്റളം ഒന്ന് പിടിച്ചു നോക്കണം കേട്ടോ. പിടിച്ച് വല്ലപ്പോഴൊക്കെ ഇരിക്കുമ്പോൾ അത് പിടിച്ചു നോക്കണം. ഞാൻ വലിയ ആരോഗ്യവാനാണെന്ന് പറയുന്ന ആളുകൾ ഒന്ന് പിടിച്ചു നോക്കണം. പിടിച്ചു നോക്കുമ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ, ലേഡീസ് ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് 80ഉം, അവർക്ക് ജെൻസ് ആണെങ്കിൽ 90ഉം അവർക്ക് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു പിക്ചറിൽ നമുക്ക് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അൺഹെൽത്തി ആണ് എന്നുള്ളതിന് യാതൊരു സംശയവും നമുക്ക് ഇല്ല. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഞാനൊരു പിക്ചർ ഇവിടെ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ കുറെ പടങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് 80 സെന്റിമീറ്റർ 90 സെന്റിമീറ്റർ ഒക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കുറെ പടങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ കുറെ പടങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ആദ്യത്തെ പിക്ചർ വളരെ മെലിഞ്ഞിരിക്കുന്നു, രണ്ടാമത്തെ പിക്ചർ കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കുന്നു. ഇങ്ങനെ പലവിധ. ലാസ്റ്റ് പോയപ്പോൾ ഒബേസിറ്റി, അവിടെ റെഡ് കാണുന്നു, മഞ്ഞ കാണുന്നു, അത് കഴിഞ്ഞ് ഓറഞ്ച് കാണുന്നു, റെഡ് കാണുന്നു. നിങ്ങൾ ഇതിന്റെ ഏതാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ പിക്ചറിന്റെ രണ്ടാമത്തെ പടമാണ് ശരിക്കും പറഞ്ഞ കറക്റ്റ്. എന്ന് പറഞ്ഞാൽ പൂക്കളിന്റെ ചുറ്റളവ് നമ്മൾ 80ഉം 90ഉം അളക്കുമ്പോൾ കിട്ടുന്ന കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെവലാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ അവരും ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഇനി അടുത്തത് എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഇത് രണ്ടും കറക്റ്റ് അല്ല എന്ന് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമതൊരു ഒരു കാര്യം കൂടി നമ്മളിവിടെ വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ കുറച്ചും കൂടി ഞാൻ നിങ്ങളോട് ഞാൻ പറയാം കേട്ടോ. ഒബേസിറ്റി നോക്കിയേ, ഇന്നലെ ഞാൻ കണ്ട വ്യക്തി ഈ ലെഫ്റ്റ് സൈഡിൽ, അല്ല നിങ്ങളുടെ റൈറ്റ് സൈഡിലാണോ എനിക്കറിയില്ല, എന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ആ വ്യക്തിയെ പോലെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ അത്രയാണോ വേണ്ടത്? നമ്മൾ എല്ലാവരും അങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്? അല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആ ലീൻ ആയിട്ടുള്ള, മെലിഞ്ഞ, ആ സുന്ദരിയായിട്ടുള്ള ആ വ്യക്തിയെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെ. ആരെങ്കിലും വയറ് ചാടി അല്ലെ
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ പോകുന്ന നമ്മുടെ വയറാ. നമ്മുടെ കട്ടിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മാത്രം കിടക്കാനുള്ള കട്ടിലിൽ നമ്മുടെ വയറൊരു സൈഡിലേക്ക്, രണ്ടുപേർക്ക് കിടക്കുന്ന ഒരു സൈഡിൽ വയറും കിടക്കുന്ന ഒരു സൈഡിൽ നമ്മൾ. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഏതാണ് നല്ലത് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് വളരെ വളരെ അസന്നിഗ്ധമായിട്ട് വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലെ. ഇനി എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മൂന്നും കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അനാരോഗ്യവാനാണെന്നുള്ളതിന് ഒരു MBBS ഡോക്ടറിന്റെയോ ഒരു ഡോക്ടറിന്റെയും ആവശ്യമില്ല എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ഞാനൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങളോട് പറയാം. നമുക്കിവിടെ ഞാനൊരു കൃത്യമായിട്ട് വേറൊരു പടം ഞാനിവിടെ കാണിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഡെയിലി നമുക്ക് എന്ത് ചെയ്യണം, നോർമൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇവിടെ റെഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഗ്രീനിലും കാണിച്ചിട്ടുണ്ട്. നമുക്ക് ദോഷകരമായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള എന്താണ്, ഫാറ്റ് എക്സസ് ആണ്, ഓയിൽ എക്സസ് ആണ്, കാർബോഹൈഡ്രേറ്റ്സ് എക്സസ് ആണ്, ഷുഗർ എക്സസ് ആണ്, സാൾട്ട് എക്സസ് ആണ്, കെമിക്കൽസ് എക്സസ് ആണ്. കേട്ടോ, ഇവിടെ എക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റ് ആക്കേണ്ട ചില കാര്യങ്ങൾ. എന്ത്, നമുക്ക് വേണ്ടത് പ്രോട്ടീൻ വേണം, നമുക്ക് വിറ്റാമിൻസ് വേണം, നമുക്ക് മിനറൽസ് വേണം, നമുക്ക് ഫൈബർ വേണം, നമുക്ക് വാട്ടർ വേണം, നമുക്ക് കാർബോഹൈഡ്രേറ്റിന് ഒരു പരിധിയുണ്ട്, ആ അളവിൽ നമുക്ക് വേണം. ഇത് മൂന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേ, ഇതല്ലേ നമ്മുടെ അവസ്ഥകൾ. നിങ്ങൾ ആദ്യത്തെ കാര്യങ്ങളല്ലേ നിങ്ങൾ ചെയ്യുന്നത്, അതോ നിങ്ങൾ എല്ലാവരും മിടുക്കന്മാരായോണ്ട് രണ്ടാമത്തെ കാര്യങ്ങളാണോ ചെയ്യുന്നത്? നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. പല ആളുകളും എണ്ണ കൂടുതൽ ഉപയോഗിച്ചാലേ കറിക്ക് ടേസ്റ്റ് കിട്ടും. ഒരു തർക്കവും വേണ്ട, എണ്ണ കൂടുതൽ ഉപയോഗിച്ചാലേ കറിക്ക് ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. എണ്ണ കൂടുതൽ ഉപയോഗിച്ചാൽ കിട്ടുന്ന ദോഷവശങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ എണ്ണ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 1 കിലോ വെളിച്ചെണ്ണ, 10 തേങ്ങ എടുത്താലാണ് 1 കിലോ വെളിച്ചെണ്ണ കിട്ടുന്നത്. ഒരു തേങ്ങയ്ക്ക് 40 രൂപ, 10 തേങ്ങയ്ക്ക് 400 രൂപ. പിന്നെ അത് ഉണക്കണം, കൊപ്രയാക്കി ഉണക്കണം, അത് മില്ലിൽ കൊണ്ട് ആട്ടിയെടുക്കുമ്പോൾ എങ്ങനെ പോയാലും 50 രൂപയുടെ കൂടി 450 രൂപ എക്സ്പെൻസ് വരുന്ന സ്ഥലത്താണ് കടയിൽ 300 രൂപയ്ക്ക് 1 കിലോ വെളിച്ചെണ്ണ കിട്ടുന്നത്. അപ്പൊ നല്ല വെളിച്ചെണ്ണ കിട്ടുമോ ഇല്ലയോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ എണ്ണ എന്ന് പറയുന്ന അമിതമായിട്ടുണ്ടെങ്കിൽ അത് ദോഷം തന്നെയാണ്. നമുക്ക് ശാരീരികമായ പല പ്രശ്നങ്ങൾക്കും അത് കാരണമായി തീരുന്നുണ്ട്. രണ്ടാമത് എന്താണ്, ചില ആളുകൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഫാറ്റിന്, കൊഴുപ്പിന് വേണ്ടിയിട്ട് ചില ആളുകൾ ഉണ്ടാവാൻ കാരണം. അടുത്ത ഓയിൽ അല്ലെ, നമുക്കറിയാം ഇന്ന് കിട്ടുന്ന ഓയിലുകളൊക്കെ നല്ലതാണോ? വെളിച്ചെണ്ണ കാര്യമാണ് നിൽക്കുന്നത്, ഓയിലുകൾ നല്ലതാണോ? ഓയിലുകൾ നല്ലതല്ല. നമ്മൾ കഴിക്കുന്നത് എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൂന്നാമത് കാണിച്ച ഭാഗമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, കാർബോഹൈഡ്രേറ്റ്. എന്താണ് കാർബോഹൈഡ്രേറ്റ്? എനിക്കിഷ്ടം ചോറ. ഞാൻ 2 നേരം 3 നേരമൊക്കെ ചോറ് കഴിക്കുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ 116 കിലോ കൂടുതലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇന്നിപ്പോ ഒരു 73 കിലോയിലേക്ക് ആവാൻ കാരണം ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് എന്റെ റിസൾട്ട് ഞാൻ നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങളുടെ റിസൾട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ശരിക്കും പറയാം, കാർബോഹൈഡ്രേറ്റ് 40% മതി. പക്ഷെ നമ്മൾ കഴിക്കുന്ന എന്തോരമാണ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് അല്ലെ. ഞാനൊക്കെ രാവിലെ ഒന്നെങ്കിൽ 5 or 6 ദോശ കഴിക്കും, ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കും, 4 മണിക്ക് പറ്റുമെങ്കിൽ ചോറ് കഴിക്കും, ഇല്ലെങ്കിൽ വൈകിട്ട് ചോറ് കഴിക്കും. ഒരു കാലറി എന്ന് പറയുന്നത് പുരുഷന് വേണ്ടത് 1650-നും 1850-നും ഇടയിലല്ലേ. രണ്ടാമത്തെ കാര്യം ഒരു ലേഡീസിന് വേണ്ടത്. അപ്പൊ പെണ്ണുങ്ങളെ പറയുന്നത്, കാരണം ഞങ്ങളുടെ കാലറി മാനേജ്മെന്റും കൂടെ ഒന്ന് പറ. ഞാൻ പറഞ്ഞു തരാം. ലേഡീസിന് വേണ്ടത് 1350-നും 1650-നും ഇടയിലാണ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള കാലറി എന്ന് പറയുന്നത്. ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇത് എവിടെ കൊണ്ടുവെക്കും. നമുക്കിത് വേറെ ഡെയിലി ഒരു 300-ന് മേൽ കാലറിയാണ് നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യുന്നത്, ഇൻടേക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ കറക്റ്റ് ആക്കി മുന്നോട്ട് പോകുന്ന ആളുകളും ഉണ്ട്. എല്ലാവരെയും പറ്റും നമുക്ക് ഇന്നത്തെ കാലത്ത് അടച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ഷേപിക്കാണ്ട് പറ്റില്ല. കറക്റ്റ് ആയിട്ട് പോകുന്ന ആളുകളും ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇനി അടുത്ത എന്താ പറയുന്നത്, പഞ്ചസാര. ഞാൻ പഞ്ചസാര ഒഴിവാക്കി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലീൻ ആവുള്ളത്. ഞാൻ പഞ്ചസാര ഒഴിവാക്കി, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഒഴിവാക്കി, ഉപ്പ് ഇട്ടില്ലെങ്കിൽ ഞാൻ ഇട്ട് കഴിക്കത്തില്ല. ഇനി ചേർത്ത് അത് കുറവാണെങ്കിൽ വീണ്ടും ഞാൻ ആഡ് ചെയ്തില്ല. എനിക്ക് വേണ്ട, ഞാൻ ഒഴിവാക്കി. കാരണം ഞാൻ ഉപ്പ് എന്റെ മേശപ്പുറത്ത്, വെള്ളം എന്റെ മേശപ്പുറത്തിലെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാൻ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് ഞാൻ കൺട്രോൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ 3 കാര്യം ആ കാര്യം ഞാൻ പറയുന്നത്. അടുത്ത എന്താണ്, ഷുഗറിന്റെ കാര്യമാണ്. ഇപ്പൊ ഞാൻ പഞ്ചസാര ഞാൻ പറഞ്ഞത്, ഉപ്പിന്റെ കാര്യമല്ല, പഞ്ചസാരയുടെ കാര്യം ഞാൻ പറഞ്ഞു. എന്താ പഞ്ചസാര എന്ന് പറയുന്നത് വൈറ്റ് പോയിസൺ അല്ലേ ഇതെല്ലാം. നിങ്ങളൊന്ന് ആലോചിക്കേ, നമ്മൾ വളരെ ഗൗരവമായിട്ട് യൂസ് ചെയ്യുന്ന ഈ പഞ്ചസാര എന്ന് പറയുന്ന ഉണ്ടാക്കുന്ന ഫാക്ടറികൾ നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. നിങ്ങൾ മൂന്നാറും കൊടൈക്കനാലും അങ്ങനെ ഒന്നും പോയിട്ട് കാര്യമില്ല. നിങ്ങൾ പോകേണ്ടത് ഈ കേവലം നിങ്ങളെ കയ്യെത്താ ദൂരത്തുള്ള തമിഴ്നാട്ടിൽ ഒന്ന് പോയി കാണണം. അവിടെ പഞ്ചസാര ഫാക്ടറികളുണ്ട്. ഈ ഫാക്ടറികൾ നിങ്ങൾ കാണാൻ എത്തിയാൽ ഒരു പക്ഷേ നിങ്ങൾ കാണത്തില്ല, കാരണം തിരിച്ചു പോരും. അവിടെ ഒരു 150-200 മീറ്റർ അകലെ ചെല്ലുമ്പോ തന്നെ അസഹനീയമായിട്ടുള്ള ദുർഗന്ധമാണ്. നമ്മുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ദുർഗന്ധം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അത്രത്തോളം വളരെ മോശകരമായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു
മണമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയിട്ടുള്ള ആളുകൾ, ഞാൻ എഴുതി തരാം, നിങ്ങൾ ഈ പഞ്ചസാര കഴിക്കത്തില്ല കേട്ടോ, അതിനകത്ത് നിങ്ങൾ മാറ്റിയിരിക്കും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. ഉപ്പിന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത പണ്ടത്തെ കാലത്ത് ഉപ്പ് അല്ലെ, കടയുടെ പുറത്താണ് കല്ലുപ്പ് എന്ന് പറയും, കടയുടെ പുറത്താണ് വെച്ചേക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പാക്കറ്റിലേക്ക് പല കമ്പനികളുടെ ഉപ്പ് വരാറുണ്ട്. എന്നാൽ പണ്ടത്തെ കാലത്ത് ഉപ്പിരണ്ട പട്ടി ഒരു കൂട്ടം ഒന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഒന്ന് നിന്നിട്ട് അല്ലെ, അവരവിടെ ഒന്ന് അവരുടെ ആവശ്യ കാര്യങ്ങളൊന്ന് നിറവേറ്റിട്ട് പോകാറുണ്ട്. നമുക്ക് പിറ്റേ ദിവസം കടക്കാരൻ അത് പിന്നെയും കോരി തരുന്നുണ്ട്. അദ്ദേഹം അത് കഴുകിയിട്ടൊന്നും അല്ലല്ലോ നമുക്ക് തരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ദോഷകരമായിട്ടുള്ള വസ്തുതകളാണ്. അടുത്ത കാര്യം എന്താണ്, കെമിക്കൽസ്. ഇന്ന് കെമിക്കൽസ് ഇല്ലാത്ത ഫുഡ് ഏതാ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുളക് പൊടി കെമിക്കൽസ് അല്ലേ. പണ്ട് നമ്മുടെ അമ്മമാര് അല്ലെ, പ്രായമുള്ള ആളുകൾ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മുടെ അമ്മമാര് പ്രായമുള്ള ആളുകള് മുളക് വീട്ടിൽ ഉണങ്ങി കഴുകി ഉണങ്ങി അവര് ഇടിച്ച് ശരിക്കും പറഞ്ഞാൽ അരിച്ചെടുത്ത് സൂക്ഷിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അത് 1 2 3 മാസത്തിൽ കൂടുതലൊന്നും ഇരിക്കത്തില്ല. ഇന്ന് ഇരിക്കാൻ വേണ്ടി കെമിക്കൽ അതിനകത്ത് ആഡ് ചെയ്യുന്നു. ആപ്പിളിന്റെ മുകളിൽ മെഴുകാടി ചെയ്യുന്നു, മുന്തിരിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കളറ് കിട്ടാൻ വേണ്ടി പല കാര്യം, ഇപ്പൊ മാങ്ങ പഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തൊക്കെ ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കെമിക്കലാണ്. ഈ കെമിക്കൽ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു, അവർ ഉദ്ദേശിച്ച കാര്യം നടന്നു. രണ്ടാമത് എന്താണ്, ഇത് കഴിക്കുന്നത് അവരുദ്ദേശിച്ച കാര്യം അവിടെ നടന്നു. രണ്ടാമത് അത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മളത് ഇൻടേക്ക് ചെയ്യണം. ഒരു മാമ്പഴം മേടിച്ച് കഴിക്കുന്ന, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കടയിൽ പോയി മാമ്പഴം ഞാൻ കണ്ടു, കരി പോലെ കത്തിരിക്കുന്നു. അവരെന്നോട് പറയാം കുയിൽ മാമ്പഴമാണെന്ന് പറഞ്ഞു. കുയില് എന്താണെന്നൊന്നും എനിക്കറിയില്ല. നല്ല ആളുകളൊക്കെ വാരിക്ക് ഇഷ്ടംപോലെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടാൽ നമ്മൾ മേടിക്കില്ല, പക്ഷെ നിലപ്പം നല്ലതായിരിക്കും. പക്ഷെ ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ്, ഏത് കാലാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഏത് പഴവും ഇല്ലാത്ത സമയത്ത് പോലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അത് ശരിക്കും പറയാം കെമിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അവർ സൂക്ഷിച്ചിട്ട് നമുക്ക് തരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കൽ എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്പം നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ, അല്പം നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ വരും. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, പ്രോട്ടീൻ വേണം അല്ലെ. പ്രോട്ടീൻ എന്തായാലും നമുക്ക് വേണ്ടത്, പ്രോട്ടീൻ വേണ്ടത് മില്ലിഗ്രാം അളവിലാണെന്നാണ് ഇവിടെ കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ആ പച്ച ആ ആരോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ കാര്യം വിറ്റാമിനും മിനറൽസും അവിടെ എഴുതിയിട്ടുണ്ട്. പ്രോട്ടീൻ, അത് കഴിഞ്ഞ് വിറ്റാമിൻ, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ മിനറൽസ് എഴുതിയിട്ടുണ്ട്. ഇനി ഫൈബറെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാണ്ട്, 2 തരത്തിലുള്ള ഫൈബർ ആണ് നമുക്കുള്ളത്. ഒന്ന് സോലിബിൾ ഫൈബർ എന്ന് പറയും, 2 ഇൻസോലിബിൾ ഫൈബർ എന്ന് പറയും അല്ലെ. 2 ഫൈബർ നമുക്കറിയാം. നമുക്ക് ആ ഫൈബർ നമുക്ക് 25 തൊട്ട് 30% വരെ നമുക്ക് വേണം. അങ്ങനെ വേണമെങ്കിൽ എന്താണ് നമ്മൾ കഴിക്കേണ്ടത്? ഫൈബർ ചോറിൽ നിന്ന് കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഫൈബർ അവിടെ നിന്ന് മാത്രമല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന ബിരിയാണിയിൽ നിന്നൊന്നും നമുക്കത് കിട്ടില്ല. പക്ഷെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പണ്ടത്തെ കാർന്നോമാർ ഉപയോഗിക്കുന്ന, വിവരമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാഴപ്പിണ്ടി പോലുള്ള, വാഴക്കൂമ്പ് പോലുള്ള, അല്ലെങ്കിൽ ഒരു മീഡിയം ടൈപ്പിൽ പൊട്ട് വാഴയ്ക്കാമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറിച്ച് കറി വെച്ച് കഴിച്ചാൽ മാത്രമേ നമുക്ക് അതുള്ളൂ. ഇന്നത്തെ വീട്ടിൽ എവിടെയാ ആളുകൾ അത് ചെയ്യുന്നത്? ആരും ചെയ്യുന്നില്ല. നമ്മളത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫൈബർ അടങ്ങുന്ന ഈ വാഴപ്പിണ്ടി കഴിവെച്ചാൽ നമ്മുടെ മക്കൾ കഴിക്കത്തില്ല. അടുത്തത് വാഴക്കൂമ്പ് കഴിവെച്ചാൽ ഒരു പക്ഷെ നമ്മുടെ മക്കൾ കഴിക്കുന്ന പിള്ളേരുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, കഴിക്കത്തില്ല. ഇനി ചിക്കനും വാഴപ്പിണ്ടിയും കൂടെ കഴിച്ചു വെച്ചാൽ, പണ്ടത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻടേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള നാടൻ ഫുഡുകളാണ്. പക്ഷെ ന്യൂ ജനറേഷനിലേക്ക് വരുമ്പോൾ അവര് ഉൾപ്പെടുത്തുന്നത് ചിക്കൻ പോലുള്ള, ബീഫ് പോലുള്ള, അതുകൊണ്ടുണ്ടാക്കുന്ന വിവിധ തരത്തിലുള്ള അല്ലെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ചെയ്തപ്പോൾ നക്ഷത്രം പോലെ ബീഫ് ഉണ്ടാക്കി വെച്ചത്, നക്ഷത്രം പോലെ ബീഫ് വറുത്ത് വെച്ചേക്കുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ നക്ഷത്രം പോലെ ബീഫ് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആളുകളെ ആകർഷിക്കാൻ വേണ്ട. ഇതെടുത്ത് കടിച്ചാലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനം സ്വാഭാവികമായിട്ടും നക്ഷത്രത്തിന്റെ ഷേപ്പ് മാറുന്നുണ്ട്. പപ്പടം, ഞാൻ പറയും ചെറുപ്പകാലത്ത് ഞാൻ പറയും പപ്പടം എനിക്ക് പൊട്ടിക്കാതെ വേണം. ഞാൻ അമ്മയോട് വഴക്ക് പിടിക്കാറുണ്ട്, അമ്മ എനിക്ക് പപ്പടം പൊട്ടിക്കാതെ തരണം കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ട്. ശകലമൊക്കെ പൊട്ടിയാൽ പൊട്ടി ഞാൻ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അമ്മ എനിക്ക് പൊട്ടിക്കാതെ തരും. ഞാൻ പിന്നെ എന്താ കാണിക്കുന്നത്, അത് ചോറിന്റെ അത്തരത്തിൽ ഒരു ഒത്തു വെച്ച് കൊടുക്കും, അപ്പൊ പൊട്ടിക്കാതെ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ഇതിലെല്ലാം വിഷാംശം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ മുളക് പൊടി ഇരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ആഡ് ചെയ്യുന്നു. നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ലെന്നേ. കാരണം ബിസിനസ് തന്ത്രമാണ് അവർ മെനയുന്നത്. ഞാൻ പറയുന്നത് ഈ തന്ത്രം മെനഞ്ഞ് നമ്മളെയാണ് മെനയുന്ന തന്ത്രം നമ്മളിലാണ് അവരെ പരീക്ഷണ വിധേയമാക്കി നിർത്തിയിട്ടുള്ളത്. അപ്പൊ ഈ മുളക് പൊടി ശരിക്കും ദോഷകരം തന്നെയാണ്. അപ്പൊ അത് മാത്രമാണ്, വെളിച്ചെണ്ണ ദോഷകരമെന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ പല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കി ശരിക്കും കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഗുണകരമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അടുത്തത്, ചില ആൾ ഇതൊക്കെ ചെയ്താൽ മതി സാറേ, പ്രോട്ടീന്റെ ആവശ്യം, പ്രോട്ടീൻ വേണം.
പ്രോട്ടീൻ വേണം, പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് അല്ലെ. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 16% നമുക്ക് വേണം. നമുക്ക് എപ്പോഴും നമ്മുടെ മസിൽസുകൾ അല്ലെ, നമ്മുടെ ടിഷ്യൂസ്, ഇതെല്ലാം സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ശരിക്കും അത് നമ്മൾ കഴിച്ചേ പറ്റൂ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ മാത്രം, ഇപ്പൊ ചിക്കൻ കൂട്ടിയാലും നമ്മൾ ഫുഡ് കഴിക്കും, ബീഫ് കൂട്ടിയാലും ഫുഡ് കഴിക്കും. എന്നെ സംബന്ധിച്ച് കാന്താരിമുളക് പൊട്ടിച്ചാലും ഞാൻ ഫുഡ് കഴിക്കും, ഇഷ്ടംപോലെ കഴിക്കും. ചിക്കനേക്കാൾ ബീഫിനേക്കാൾ കൂടുതൽ കാന്താരിമുളക് പൊട്ടിച്ച് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കെമിക്കൽ ഇല്ല, നാച്ചുറൽ ഫുഡാണ്. മറ്റിലൊക്കെ കെമിക്കൽ ഉണ്ട് അല്ലെ. എന്റെ അടുത്ത് 2 കടയുണ്ട് കേട്ടോ, ഹോട്ടല്. ഒരു കടയിലെ ബിരിയാണിയേക്കാൾ ടേസ്റ്റ് ആണ് അടുത്ത കടയിൽ. എന്താ കാരണം? ഈ ബിരിയാണിക്കകത്ത് ചേർക്കുന്ന എസൻസിനേക്കാൾ കൂടുതൽ അടുത്ത കടയിൽ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓയിൽ ആയിക്കോട്ടെ, പാം ഓയിൽ ആയിക്കോട്ടെ, ഡാൽഡ ആയിക്കോട്ടെ, എനിവേ എന്തും ആയിക്കോട്ടെ, ടേസ്റ്റിന് വേണ്ടി അവരെല്ലാം അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള കടക്കാരൻ അതിലും ടേസ്റ്റ്. അതുകൊണ്ടാണ് ഈ കടയേക്കാൾ കൂടുതൽ ടേസ്റ്റ് അപ്പുറത്തെ കടയില എന്ന് പറയാറുണ്ട്. ഞാൻ പറയട്ടെ, എന്റെ ഫ്രണ്ടിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തക സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, ഇതെല്ലാം ശരിക്കും ദോഷം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടത് മാത്രം കഴിക്കുക, വേണ്ടത് കഴിക്കുക, വേണ്ടുവോളം കഴിക്കുക. നമ്മുടെ നമുക്ക് ആയുസ്സോടെ ജീവിക്കാൻ പറ്റും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, വേണ്ടത് കഴിക്കുക, വേണ്ടുവോളം കഴിക്കുക, നമുക്ക് ആയുസ്സോടെ ജീവിക്കാൻ പറ്റും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്റെ സ്വഭാവം ഞാൻ പറയാം കേട്ടോ. ഞാൻ 2 പ്ലേറ്റ് കഞ്ഞി ചോറൊക്കെ കഴിച്ചിട്ട് ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സംവിധാനം. ചിലപ്പോൾ അമ്മേനെ ഓടിച്ചു വിടാറൊക്കെ ഉണ്ട്. അത് ഒന്ന് ചാടിയിട്ടും കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്പം നിറയാണ്ട് അതും കഴിക്കാറുണ്ട്. എന്റെ ഒരു സ്വഭാവം പറഞ്ഞു കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട്, പല ആളുകളും ഇവിടെയും ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്ന ചെറുകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് വേണ്ടത്, ചില ആളുകളുടെ ചിന്ത അറിയോ, തന്ന ഫുഡ് മുഴുവൻ കഴിച്ചു തീർത്തില്ലെങ്കിൽ എന്തോ മാനനഷ്ടം. ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് കൊള്ളാവുന്ന, നിങ്ങൾക്ക് വിശപ്പ് മാറാവുന്ന ഫുഡ് മാത്രം കഴിച്ചാൽ മതി. ബാക്കി നിങ്ങൾ മേടിക്കുകയും വേണ്ട, നഷ്ടപ്പെടുത്തുകയും വേണ്ട. ചില ഹോട്ടലുകൾ എഴുതിയില്ല, ചേർത്തലേക്ക് പോകുമ്പോൾ ചില ഹോട്ടലിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഫുഡ് ആവശ്യത്തിന് കഴിച്ചോ, ശകലം ഫുഡെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ഇരട്ടി പൈസ ആയിരിക്കും. ഞാനൊരു ഹോട്ടലിൽ കയറിയപ്പോൾ കണ്ടതാണ്. നിങ്ങൾ ഫുഡ് ആവശ്യത്തിന് കഴിച്ചോ, കാര്യം നിങ്ങളുടെ പൈസയൊക്കെ ആയിരിക്കും, നിങ്ങൾ ആവശ്യത്തിന് കഴിച്ചോ. പക്ഷെ നിങ്ങൾ മേടിക്കുന്ന ഫുഡ് നിങ്ങൾ വേസ്റ്റ് ആക്കിയാൽ നിങ്ങൾ അതിന്റെ ഇരട്ടി പൈസ എന്നിട്ട് പോകേണ്ടി വരും. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ആവശ്യമുള്ള കഴിച്ചാൽ പോലെ, എന്തോ കഴിച്ചില്ലെങ്കിൽ മാന വിഴിഞ്ഞു വീഴുന്ന പോലെയാണ് നമ്മുടെ ചില ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമുക്ക് ആവശ്യമുള്ള കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കഴിക്കേണ്ടത്. നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഈ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഒരു കാര്യം കൂടെ നിങ്ങൾ പിക്ചറിലൂടെ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ലെവലിലേക്ക് ഞാൻ പോകാൻ പറ്റും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? ഈ കാർബോഹൈഡ്രേറ്റ് ധാരാളമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ധാരാളമായി വന്നിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഫാറ്റ് ആണല്ലോ നമ്മുടെ വയറിന്റെ ഈ സൈഡിൽ കൊണ്ടുവെക്കുന്നത്. നിങ്ങളുടെ കൈ എടുത്ത്, ഞാൻ എപ്പോഴും പറയാണ്ട്, അവരവരുടെ കൈ അവരവരുടെ വയറിലേക്ക് പിടിച്ചു നോക്കിയേ, നിങ്ങളുടെ കൈ നിറച്ചു കിട്ടും. ഈ മണ്ണ് വാരുമ്പോൾ നിങ്ങളുടെ കൈ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒട്ടും പൊഴിയാതെ നിങ്ങളുടെ കൈ നിറച്ചു കിട്ടുന്ന ഒരു വസ്തുതയാണ് നിങ്ങളുടെ പുക്കിളിനെ ചുറ്റും. അവരവരുടെ കൈ എടുത്തൊന്ന് ഇപ്പൊ തന്നെ പിടിച്ചു നോക്കിയേ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫാറ്റ് അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. അടുത്തത് നമ്മുടെ താടി. ചില ആൾ, ഇന്നലെ ഞാൻ കണ്ട കൊച്ചിന്റെ താടി ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ്. അപ്പൊ ഡബിൾ ചിന്ന് വരുന്നുണ്ട്. ചില ആളുകളുടെ പുറകില്, നമുക്കറിയാം നാഷണൽ ഹൈവേ ഹമ്പ് വെക്കാൻ പാടില്ല, പക്ഷെ എന്നാലും ചില ഹമ്പുകളൊക്കെ സ്കൂളിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് പെടലി ഒന്ന് ചെരിച്ചു വെച്ചിട്ട് തപ്പി നോക്കിയാൽ അവിടെയും ഒരു ഹമ്പ് ഇരിക്കുന്ന കാണാൻ പറ്റും. ചില അമ്മച്ചിമാരുടെ കൈ ഇങ്ങനെ മേളിലേക്ക് ഒന്ന് പൊക്കിയിട്ട് ആ മസിലിന്റെ താഴെ ഒന്ന് ആട്ടി നോക്കി കിടന്ന് ഇങ്ങനെ, ഞാൻ എന്റെ അമ്മയുടെ കൈ ഇങ്ങനെ ആട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതിനാണ് അങ്ങനെ ആടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാം കൊണ്ടുവന്നിട്ട് ഈ കൊഴുപ്പിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൊഴുപ്പിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അല്ലെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു നമ്മുടെ ശരീരത്തിലുണ്ട്, ബ്ലഡ്, രക്തം എന്ന് പറയുന്നത്. എന്താണ് രക്തത്തിന്റെ ധർമ്മം? രക്തത്തിന്റെ ധർമ്മം നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും കിട്ടുന്ന, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വിറ്റാമിന്, മിനറൽസ്, ഫൈബർ, പ്രോട്ടീൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ യഥാസമയത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്ന ധർമ്മമാണ് ആരുടെ ധർമ്മം? ബ്ലഡിന്റെ ധർമ്മം, അല്ലെങ്കിൽ രക്തത്തിന്റെ ധർമ്മം. ഈ രക്തത്തിലേക്ക് എക്സസ് ആയിട്ടുള്ള കൊഴുപ്പ് പൊട്ടിച്ച് ഇടും. ഈ കൊഴുപ്പ് പൊട്ടിച്ചിടും, ശരി തന്നെയാണ്. ആ കൊഴുപ്പ് പൊട്ടിച്ചിടുന്ന സമയം എപ്പോഴാണ്? എനിക്കിപ്പോ വിശന്നു, ഞാനിപ്പോ ഫുഡ് കഴിക്കുന്നില്ല. ശരീരം എന്ത് ചെയ്യും? എന്റേതായിട്ടുള്ള വിശപ്പ് എന്ന് പറയുന്ന സിംറ്റം ആണ് അല്ലെ. ആ ശരീരത്തിന് ആവശ്യമുള്ളതായിട്ടുള്ള ആ ഊർജ്ജം ശരീരം എന്ത് ചെയ്യും? ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടുന്ന് എടുത്ത് തരും. അപ്പൊ ചില ആളുകൾ ചോദിക്കും, എന്നാ പിന്നെ എന്തിനാ ഈ വർത്താനം പറയും, സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയല്ലേ തരുന്നത് എന്ന് അല്ല. നമ്മൾ ഓവർ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ വളരെ കൃത്യമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. അപ്പൊ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കൊഴുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടിച്ച് അവനവിടെ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. അവൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഈ എക്സസ് ആയിട്ടുള്ള കൊഴുപ്പിനെ പൊട്ടിച്ചിട്ട് അവൻ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? അവൻ ബ്ലഡിലേക്കാണ് കൊടുക്കുന്നത്. ആ ബ്ലഡിലേക്ക് കൊടുത്തിട്ട് ചില ആളുകൾ പറയാറുണ്ട്,
ഏറ്റവും വലിയ ഡോക്ടർ ആരാണ്? ഏറ്റവും വലിയ ഡോക്ടർ ഇവിടെയുള്ള വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടറുകളൊന്നും അല്ല കേട്ടോ ഏറ്റവും വലിയ ഡോക്ടർ. നിങ്ങൾക്ക് അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും പറ്റാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിലെ എല്ലാവർക്കും ശരിക്കും പറയാൻ ഡോക്ടർ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും, ഏത് ഏത് നിർധനരായിട്ടുള്ള വ്യക്തിക്ക് പോലും എന്തുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ഉണ്ട്. അപ്പം അവരുടെ ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറയുന്നത് ആരാണ്? അവരുടെ ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറഞ്ഞത് അവരവരുടെ ശരീരമാണ്. അവർ ബോഡി ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ. അവർ ബോഡി ഇസ് ദ ബെസ്റ്റ് ഡോക്ടർ എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ? നമ്മുടെ ശരീരമാണ് യഥാർത്ഥമായ നമ്മുടെ ഡോക്ടർ എന്ന് പറയുന്നത്. ഈ ഡോക്ടർക്ക് അറിയാം തന്റെ മക്കൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. അത് കൊടുക്കുന്ന സമയത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ ഇന്ന് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ലഭിക്കുന്നത്, മനോഹരമായിട്ടുള്ള ജീവിത രീതികൾ, ശൈലികൾ നമുക്ക് ആവാൻ നമ്മുടെ ശരീരം അനുവദിക്കുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ഈ ബ്ലഡിലേക്ക് കൊഴുപ്പ് മിക്സ് ചെയ്തിടുകയാണ്, അല്ല പൊട്ടിച്ചിടുമ്പോൾ ബ്ലഡിന്റെ അവസ്ഥ എപ്പോഴും പച്ചവെള്ളം പോലെ ആവണം കേട്ടോ. ഈ പച്ചവെള്ളം പോലെ ആയില്ലെങ്കിൽ ഓട്ടം കുറയും. അതുകൊണ്ടാണ് ഇന്ന് പല വീടുകളിൽ ചെല്ലുമ്പോഴും എക്കോസ്പിരിനും ആസ്പിരിനും പോലുള്ള ഗുളികകൾ കാണുന്നത്. കാരണം അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത, ആൻജിയോഗ്രാം ചെയ്ത, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളുകൾക്ക്, ഓപ്പൺ സർജറി ചെയ്ത ആളുകൾക്ക് ഇത് ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ ബ്ലഡ്, ഈ നമ്മുടെ ശരിക്കും പറയാം ഈ ടാബ്ലറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൊഴുപ്പ് കൂടി, അല്ലെങ്കിൽ പച്ചവെള്ളം പോലെ ആകുമ്പോഴാണ് ഫ്ലോ കൂടുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഫ്ലോ നടക്കാൻ സാധ്യതയുള്ളത് അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊഴുപ്പിനെ പൊട്ടിച്ചങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഓടുന്ന സമയത്ത് ഇത് മിക്സ് ആവുമല്ലോ, അല്ലെ? രക്തത്തിലേക്ക് കൊഴുപ്പ് മിക്സ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മിക്സ് ആവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, വേറെ ഒന്നുമല്ല അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ബ്ലഡിന്റെ കട്ടി കൂടും. കട്ടി കൂടി കഴിയുമ്പോൾ ഇതിങ്ങനെ ഓടുന്നതായിട്ടുള്ള ഓട്ടം കുറയും. ഞാൻ ആദ്യം പറഞ്ഞു, ഒബേസിറ്റി ഉള്ള ആളുകൾക്ക് ഓട്ടം കുറയുന്നുണ്ട്. ഓട്ടം കുറയുന്ന സമയത്ത് നമുക്കറിയാം പലപ്പോഴും ഇവിടെ കാണിച്ചിട്ടുള്ള ആദ്യമായിട്ട് ഒരു പടമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു വാൽവ്, അല്ലെ? ഒരു ഹാർട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പടമാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. ആ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഒരു പടമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പടത്തിന്റെ നിങ്ങൾ നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് ഒരു കുഴലിന്റെ ഒരു ഭാഗം അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് നല്ല പല കാര്യങ്ങളും അവിടെ നമ്മൾക്ക് കാണിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് അടുത്ത എന്താണ്, ആർട്ടറി വാളുണ്ട്, അതുപോലെ തന്നെ നോർമൽ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണിക്കുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും സോറി, അപ്പോ എത്താൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ എന്ത് ചെയ്യേണ്ട വാൽവ്, അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകൾ ഇരിക്കേണ്ടത് ഇതുപോലെ തന്നെയാണ്. അപ്പം അതിന് പകരമായിട്ട് നിങ്ങൾ ഇപ്പുറത്തേക്ക് നോക്കിയേ, ഇപ്പുറത്തേക്ക് ഒരു പടം നിങ്ങൾ ഒന്ന് നോക്കിയേ, കണ്ടോ? ഇവിടെ ഇരിക്കുന്നത് എങ്ങനെയാണ്? ആ പോകുന്ന അതേ രക്തക്കുഴലിൽ തന്നെ രണ്ട് സൈഡും മഞ്ഞ കളറിൽ എന്താ കാണിച്ചിരിക്കുന്നത് നോക്കിയേ, കൊഴുപ്പ് കയറിയിട്ട് അടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, രണ്ട് സൈഡിലും കൊഴുപ്പ് കയറി അടഞ്ഞിരിക്കുകയാണ്. ഈ കൊഴുപ്പ് കയറി അടയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്ലഡിന്റെ ഫ്ലോ നല്ലപോലെ നടക്കുമോ? നോക്കിയേ, ബ്ലഡ് വന്ന് നിൽക്കുന്നത് നോക്കിയേ, ആ കൊഴുപ്പിന്റെ അപ്പുറയും ഇപ്പുറയും വന്ന് തടഞ്ഞു നിൽക്കുക. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പെയിൻ ഫീൽ ചെയ്യും, അല്ലെ? എന്താണ്? ചിലപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ നെഞ്ചുവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മറ്റുള്ള പല സിംറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിവേ എന്തും ആയിക്കോട്ടെ, ബ്ലഡിന്റെ സർക്കുലേഷൻ നടക്കുന്നില്ല, മര്യാദയ്ക്ക് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ബ്ലോക്കായി, ഇനി നടക്കത്തുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ നടക്കാത്ത കാര്യങ്ങളെ ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിക്കുക. പണ്ടത്തെ ഹോസ്പിറ്റലിൽ ECG ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർ പറയും ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് പറയും, ഇങ്ങനെ കിതപ്പൊക്കെ വരുമ്പോൾ, അല്ലെ? അതെങ്ങനെയുള്ള ആളുകൾക്കാണ്? ഈ കൊഴുപ്പ് വളരെ കൃത്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇരിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടും. ഹോസ്പിറ്റലിലേക്ക് ഓടി ചെന്നിട്ട് അവിടെ നമ്മൾ ECG എടുക്കും. ഡോക്ടർ നല്ലതാണെ പറയും, അതെ നിങ്ങൾ ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കണം കേട്ടോ എന്ന് നല്ല ഹോസ്പിറ്റലാണ് പറഞ്ഞു വിടും. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുന്ന സമയത്ത് ഡോക്ടർമാർ നമ്മളോട് പറയും, അതെ 3 ബ്ലോക്ക് ഉണ്ട്, ഒരെണ്ണം ഇപ്പൊ ചെയ്താൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നമുക്ക് കടത്തിക്കൊണ്ട് പോകേണ്ടി വരും എന്ന് രോഗിയോടാ പറയുന്നത്. പണ്ട് രോഗിയുടെ ബൈസ്റ്റാൻഡറോടാണ് പറയുന്നതെങ്കിൽ ഇപ്പൊ രോഗിയോട് പറയും. കാരണം രോഗിക്കാണല്ലോ ജീവിക്കണമെന്ന് ആഗ്രഹം. അപ്പൊ രോഗിയോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ബൈസ്റ്റാൻഡറോട് പറഞ്ഞാൽ കാശില്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ കാശില്ലാന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ടും കാശ് ഉണ്ടാക്കാൻ സമയം നേരിടും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോയ രോഗി നമുക്ക് ഇനി കാശുണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ആ കാശ് ഉപയോഗിക്കാൻ ഉണ്ടാവില്ല എന്നുള്ള വസ്തുതയും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോ അതിനെ ആൻജിയോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വിധേയമാക്കും. ഞാനൊരു കാര്യം കൊണ്ട് നിങ്ങളോട് പറയാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിക്ക് 5 ബ്ലോക്കിന് വരെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് 5 ബ്ലോക്കിന് വരെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. 6ാമത് ഒരു ബ്ലോക്ക് വന്നാലാണ് നമുക്ക് നടക്കുമ്പം കിതപ്പ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ എന്താ കാണിക്കുന്നത്? ഈ കാണുന്ന കൊഴുപ്പുണ്ടല്ലോ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ കാണുന്ന കൊഴുപ്പിനെ
വലിച്ചു കളഞ്ഞിട്ട്, കേട്ടോ, ഇതിനെ വലിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റഡ് ഇടുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. കണ്ടോ, ഒന്നുകൂടെ പറയാം. ആ കട്ടകട്ടയായിട്ട് മഞ്ഞ കളറിൽ ഇരിക്കുന്ന ആ കൊഴുപ്പിനെ വലിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റഡ് ഇടുന്നതിനെയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് വലിച്ചു കളയുമ്പോൾ അവിടെ കെട്ടിക്കിടക്കുന്ന രക്തം വളരെ സ്മൂത്ത് ആയിട്ട് ഓടാനായിട്ട് ഓടുന്ന കാഴ്ച അവിടെ കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യും, അദ്ദേഹം നിലവിൽ നേരിട്ടിട്ടുള്ള പ്രശ്നം അവിടെ പരിസമാപ്തിയിലേക്ക് എത്തി. ഞാൻ ചോദിക്കട്ടെ, അത് ഒരു പ്രാവശ്യം വലിച്ചു കളഞ്ഞു, നാളെ പിന്നെയും പിടിക്കാൻ സാധ്യതയില്ലേ? നമ്മൾ മാവേലോ, അല്ലെങ്കിൽ മാവേലാണ് സാധാരണ ഇത്തിക്കണി എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ നാട്ടിലുണ്ട്, കേട്ടോ. ഈ ഇത്തിക്കണി മാവേൽ പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര ഒടിച്ചു കളഞ്ഞാലും അതിനൊരു ലക്ഷ്യമുണ്ട്, ഞാൻ ഈ മാവിനെയും കൊണ്ടേ പോകും. പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള മാവിനെ വെട്ടിക്കളഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കൊഴുപ്പ് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ, പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ അവൻ അതും കൊണ്ടേ പോകുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനാണ് വലിച്ചു കളഞ്ഞിട്ട് മരണം വരെ കഴിക്കാത്തവർക്ക് എക്കോസ്പിരിനോ ആസ്പിരിനോ എന്ന് പറയുന്ന ടാബ്ലറ്റ് അവർക്ക് കൊടുക്കുന്നത്. ഒരുപാട് ഗുളികകളുണ്ട് കേട്ടോ, ഞാനിപ്പോ എടുത്ത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കൊടുക്കുന്നത്. ഇനി അടുത്ത വേറെ ഒരു പടം കണ്ടിട്ടുണ്ട്, തലച്ചോറിൽ നിങ്ങൾ നോക്കിയാൽ കെട്ടിക്കിടക്കുന്നത് കണ്ടോ? നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കിയാൽ തലച്ചോറിൽ അത് ആ ഭാഗം കൃത്യമായിട്ട് ആ ലെൻസ് വെച്ച് കാണിച്ചിട്ടുണ്ട്, വലിപ്പം കൂട്ടി വെച്ച് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് കണ്ട കാലെ പോയി കിടക്കണേ, അപ്പൊ കാലെ പോയി കിടക്കുമ്പോൾ കെട്ടിക്കിടക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ലിവർ എന്ന് പറഞ്ഞാൽ ഈ സാധനം തലയിലേക്ക് വന്ന് ഞരമ്പിന്റെ അകത്ത് വന്ന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് അവിടെ കാണിക്കുന്നത് സിംറ്റം എന്ന് പറയുന്നത്. എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് ജനങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കണം, കേട്ടോ. നമ്മൾ ആരെയും ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനൊന്നുമില്ല. പലരും പറയും, അയ്യോ പേടിപ്പിക്കില്ല സാറേ, നമ്മൾ ആരെയും അങ്ങനെ ചെയ്യാനൊന്നുമല്ല ചെയ്യുന്നത്. പക്ഷെ ഇത് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ തലയിലേക്ക് വന്ന് ഞരമ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. ഹാർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. കാലേ പോയ വെരിക്കോസ് വരാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് കരൾ കണ്ടോ, നല്ല കരൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആദ്യം കാണുന്ന കരൾ അല്ലെ, അവസ്ഥ ഒന്ന് ആലോചിക്കുക, കറുത്ത് അതിന് സ്ഥാനക്കാണ് കരുത്ത് മുരടിച്ചിരിക്കുന്നത് അല്ലെ. ചില എന്താണ് തടിപ്പണിക്കാർക്ക് എക്സ്റേ എടുത്താൽ കരളിന്റെ അല്ലെങ്കിൽ ലങ്സിന്റെ അവസ്ഥ ഒന്നും കാണാൻ പറ്റില്ല, കാരണം പൊടി കയറി കവർ ചെയ്തിരിക്കും. ചില ആളുകൾക്കൊന്നും, എന്റെ തൊട്ടു താഴെ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. അപ്പൊ പിന്നീട് വിദഗ്ധമായി പരിശോധിച്ചപ്പോൾ പൊടി കയറി മൂടിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊഴുപ്പ് കയറി അടയുന്നതായിട്ടുള്ള ആ ഒരു ലിവറിനെയാണ്. അപ്പൊ ലിവർ സിറോസിസ് വരാനും ഫാറ്റി ലിവർ വരാനും ഒക്കെ സാധ്യതയുണ്ട്. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നമുക്കുണ്ടാകുന്നതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലി കറക്റ്റ് അല്ല എന്നതുകൊണ്ടാണ്, ജീവിത രീതി കറക്റ്റ് അല്ല എന്നതുകൊണ്ടാണ്. ഇത് മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളൊന്നും മേഖലയിലുണ്ട് അല്ലെ. എന്ത് കഴിക്കാം? നമുക്കറിയാം, അലോപ്പതി മെഡിസിൻ കഴിക്കാം, ഹോമിയോ കഴിക്കാം. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോവാം. ഇത് വലിച്ചു കളഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റഡ് ഇട്ടു, രണ്ടാമതും പിന്നെയും അവിടെ ഉണ്ടായി വരും, ഇത്തിക്കണി പോലെ ഉണ്ടായി വരും, അവിടെ പിന്നീടും സ്റ്റഡ് ഇടേണ്ടി വരും. കാരണം വ്യക്തമായിട്ട് പറയാൻ കാരണം, എന്റെ അമ്മയ്ക്ക് 2 പ്രാവശ്യം അത് ചെയ്ത് 3ാമത്തെ പ്രാവശ്യം ഉണ്ടായി ചെയ്യാൻ ചെന്നപ്പോ അദ്ദേഹം പോകുന്ന വഴിക്കാണ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. ഞാൻ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്ന കൊഴുപ്പിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയാൻ പറ്റും, കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. പല ആളുകളും കതിരയിലാണ് കൊണ്ട് വളം വെക്കുന്നത്, അവർ ചുവട്ടിൽ വളമിടാറില്ല അല്ലെ. ചുവട്ടിൽ വളമിട്ടാൽ മാത്രമേ അത് കതിരയിലേക്ക് എത്തുള്ളൂ. നിങ്ങൾ കതിരെ വളമിടേണ്ടതേ ചുവട്ടിലിട്ടാൽ മതി, അത് കതിരയിൽ എത്തിക്കോളും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനത്തിന്, ഈ കൊഴുപ്പിനെ ഉന്മൂലനാശനം ചെയ്താൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രക്രിയകൾക്ക് മാറ്റം വരും. ഏത്? ഈ പറഞ്ഞിരിക്കുന്ന ഒരു 25,000 രൂപ പോലും എടുക്കാനില്ല എന്ന് പറയുന്ന വ്യക്തി ഒരു 2 ലക്ഷം രൂപ ഇത് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറയുമ്പോൾ ഒന്ന് വട്ടം കറങ്ങി അവിടെ 2 ലക്ഷവും പിന്നെ ഒരു 50,000 കൂടെ ഒരു നിമിഷ നേരത്തിൽ കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. ഇത് എവിടുന്നാണ്? ഇത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. വളരെ സഗൗരവമായിട്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്ന ധർമ്മം നമ്മൾ എന്ത് ചെയ്യണം? സഗൗരവമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ധർമ്മം നമ്മൾ എന്ത് ചെയ്യണം? നിറവേറ്റിയേ പറ്റൂ. ഇത് ബോധവൽക്കരണം. ഈ ബോധവൽക്കരിക്കുന്ന ആളുകളുടെ പേരാണ് വെൽനസ് അഡ്വൈസർ അല്ലെങ്കിൽ വെൽനസ് കൺസൾട്ടന്റ് എന്ന്. നമ്മളെല്ലാവരും വെൽനസ് അഡ്വൈസർ ആണ്, വെൽനസ് കൺസൾട്ടന്റ് ആണ് അല്ലെ. ബാക്കിയുള്ളതൊക്കെ നമ്മളാണ്, ഓക്കെ. എന്നാലും ഇത് തന്നെ, ഇത് നമ്മൾ പഠിച്ച് പറഞ്ഞു കൊടുക്കുക. അതിനുവേണ്ടിയാണ് ദിനം പറയും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ആവർത്തന വിരസത വന്നാൽ പോലും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? ചില ആളുകൾ പറയും ആയുർവേദം നല്ലതാണ്, ചില ആളുകൾ പറയും ഹോമിയോ നല്ലതാണ്, ചില ആളുകൾ പറയും ഹോമിയോ നല്ലതാണ്, ആയുർവേദം നല്ലതാണ്, ചില ആളുകൾ പറയും ശരിക്കും അലോപ്പതി നല്ലതാണ്. ഡിഫറൻസ് എന്തുമായിക്കോട്ടെ, എന്തും നല്ലതാണെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് നല്ലതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഗുണകരമായി മാറും. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിട്ടുള്ളതായ
ഈ കാര്യങ്ങൾ, ഏത് കാര്യങ്ങള് നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇതുപോലെയാണ് നമ്മൾ ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോഴും അല്ലെ, നമ്മൾ അലോപ്പതി മെഡിസിൻ നമുക്ക് നല്ലതാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അലോപ്പതി മെഡിസിൻ നല്ലതല്ല, കാരണം സൈഡ് എഫക്ട് ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയാണ്ട്, ഒരു പെയിൻ കില്ലർ നമ്മൾ കഴിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ കിഡ്നിക്കും ലിവറിനും അത് പിന്നീട് അത് ബുദ്ധിമുട്ടുണ്ടാകും. നല്ല ഡോക്ടർമാരാണെങ്കിൽ പറയും അതെ ആവശ്യമില്ലാതെ കഴിക്കണ്ട കേട്ടോ എന്ന്. നല്ല ഡോക്ടർമാരാണെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധ്യതയുണ്ട്. നല്ല ഡോക്ടർമാരാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. ചില ഡോക്ടർമാർ മിണ്ടത്തില്ല, കാരണം അവർ മിണ്ടിയാൽ അവരുടെ ഹോസ്പിറ്റലിൽ ഉള്ള ആ വിസിറ്റിംഗ് അവർ ഒഴിവാക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നല്ല ഡോക്ടർമാർ പറഞ്ഞ്, സ്നേഹമുള്ള, നമ്മളെ സ്നേഹിക്കുന്ന, ജനങ്ങളുടെ രോഗം മാറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും അങ്ങനെ പറയരുത്. അപ്പൊ അലോപ്പതി മെഡിസിൻ ദോഷം തന്നെയാണ്, സൈഡ് എഫക്ട് ഉണ്ട്. എന്നാൽ ഹോമിയോയിലേക്ക്, ആയുർവേദത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനും സൈഡ് എഫക്ട് ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ റെമഡിയാണ് ഞാൻ പറയാൻ വന്നത്, എങ്ങനെ ഓവർകം ചെയ്യാം. ഇവിടെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, ക്ലിനിക്കലി പ്രൂവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അംഗീകരിച്ചിട്ടുള്ള, ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള, അതുപോലെ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ അതിമനോഹരമായ ഒരു ചികിത്സ ഇന്ന് നിലവിലുണ്ട്. ആ ചികിത്സയല്ലേ മാഗ്നറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? മാഗ്നറ്റ് തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സ ഉണ്ട് പണ്ട് തൊട്ട്. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം പഞ്ചഭൂതങ്ങൾ അല്ലെ, 5 എലമെന്റ്സ്. വായുണ്ട്, വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, സൂര്യപ്രകാശം ഉണ്ട് അല്ലെ. ഒന്നുകൂടെ പറഞ്ഞുതരാം. വായു, വെള്ളം, ഭക്ഷണം, സൂര്യപ്രകാശം, മാഗ്നറ്റിക് എനർജി. ഈ 5 കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ഇല്ലെങ്കിൽ അവന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ട്, ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ സംശയം ഇവിടുന്ന് മാറിയേ പറ്റൂ. കാരണം വായുവില്ലെങ്കിൽ 2-3 മിനിറ്റ് ജീവിക്കാനേ പറ്റുള്ളൂ. വെള്ളമില്ലെങ്കിൽ ആരോഗ്യ സംഘടന പറഞ്ഞ 16 ദിവസം. ഭക്ഷണമില്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ട് 60 ദിവസം. അതുപോലെ തന്നെ സൂര്യപ്രകാശം. നമ്മുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ നേരം ഇളം വെയിൽ കൊള്ളിക്കുക. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ നേരം എണ്ണയൊക്കെ തേച്ച് ചെയ്യേണ്ട പ്രക്രിയകളൊക്കെ ചെയ്തിട്ട് അവരെ കാലെ കടത്തുന്ന പണ്ടത്തെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഇന്ന് കുളിപ്പിക്കുന്ന സംവിധാനമൊന്നും പണ്ടത്തെ മാതാപിതാക്കൾ ചെയ്യുന്ന ഒന്നും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത എന്താണ്? മാഗ്നറ്റിക് എനർജി. ഞാൻ ഈ 4 കാര്യങ്ങളെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒറ്റ കാര്യം മാത്രം, ഞാൻ 5ാമത്തെ കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ്. ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്, ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം, ഈ മാഗ്നറ്റിക് എനർജി നമ്മൾ കാലി വെട്ടുമ്പോൾ കാലിനെ ആകർഷിക്കാൻ, എന്താ ആകർഷിക്കാൻ കാരണം? നമ്മുടെ ശരീരത്തിൽ കൊടുത്ത രക്തത്തിന്റെ ആ അയൺ കണ്ടന്റ് ഉണ്ട്, ഇരുമ്പിന്റെ അംശം ഉണ്ടല്ലേ. ഈ ഇരുമ്പിന്റെ അംശത്തിനെ ആകർഷിക്കുകയും വികസിക്കുകയും ചെയ്യുന്ന സമയത്ത് ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് മാറും. ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോഴാണല്ലോ ഓക്സിജന്റെ അളവ് കറക്റ്റ് ആകുന്നത്. ഓക്സിജന്റെ അളവ് കറക്റ്റ് ആകുമ്പോഴാണല്ലോ സെല്ലുകളുടെ ആക്ടിവേഷൻ കറക്റ്റ് ആകുന്നത്. സെല്ലുകളുടെ ആക്ടിവേഷൻ കറക്റ്റ് ആകുമ്പോഴാണ് സ്റ്റാമിനയും ഇമ്മ്യൂണിറ്റി പവറും കിട്ടുന്നത്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം, സ്റ്റാമിനയും ഇമ്മ്യൂണിറ്റി പവർ, മറ്റുള്ള രോഗത്തെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും മനുഷ്യ ശരീരത്തിന്റെ സെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടേ പറ്റൂ. സെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ടുള്ള ഓക്സിജൻ വേണം. ഓക്സിജൻ കിട്ടണം എന്ത് ചെയ്യണം? ബ്ലഡ് സർക്കുലേഷൻ വേണം. ഈ ബ്ലഡ് സർക്കുലേഷൻ എവിടുന്നാണ് കിട്ടുന്നത്? അതിനാണ് ചവിട്ടുന്നത് ഭൂമിയിൽ. എങ്ങനെ ചവിട്ടണം? പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാർ, അന്ന് അവർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിൽ അറിവ് കൂടുതലായിരുന്നു. ഇന്ന് ആളുകൾക്ക് അറിവ് കുറവാണ്, വിദ്യാഭ്യാസം കൂടുതലാണ്. പ്രയോജനമില്ല കേട്ടോ. പണ്ടത്തെ ആളുകളിലേക്ക് നമ്മൾ മടങ്ങണം. എന്താണ്? ആ കാല് ഭൂമിയിലേക്ക് ചവിട്ടുന്നത് എങ്ങനെ ചവിട്ടണം? ചെരുപ്പിടാതെ ചവിട്ടണം. കിടക്കുന്നത് എങ്ങനെയാണ്? ചാണാമെഴുകിയ തറയിൽ കിടക്കണം. കിണറ്റിലെ പച്ചവെള്ളം കുടിക്കണം അല്ലെ. മൺകട്ട കൊണ്ട് കെട്ടി വീട്ടിൽ താമസിക്കണം. ഇന്ന് കാശുള്ളപ്പോൾ ആളുകളെല്ലാം വിവിധ തരത്തിലുള്ള വീടുകളാണ് കെട്ടിപ്പക്കുന്നത്. അവരിട്ടിരിക്കുന്ന ചെരുപ്പ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന വീടുകളിൽ കാണാൻ പറ്റും, അകത്തുകൂടിയും ചെരുപ്പായിട്ട് നടക്കുന്നത്. അപ്പൊ എങ്ങനെ ചെരുപ്പിട്ട് നടന്നാൽ നമുക്ക് ഈ ഭൂമിയുമായിട്ട് ബന്ധം നമുക്ക് കിട്ടും? നമ്മളൊന്ന് ചിന്തിക്കണം. കിട്ടത്തില്ല, കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ആകർഷണവും ഇല്ല, ബ്ലഡ് സർക്കുലേഷനും ഇല്ല, ഒന്നും നമുക്കില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഇതില്ലാത്തത് കൊണ്ടല്ലേ മനുഷ്യൻ രോഗിയായി മാറിയത്? വളരെ കൃത്യമായിട്ട് ഇവിടെ നമുക്കറിയാം, ഭാസ്കർ സാറിനെ പോലുള്ള എനർജറ്റിക് ആയിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം അവര് പണ്ടത്തെ കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടു എന്ന് വന്നുള്ളത് കൊണ്ട് തന്നെ. അവരുടെ കഴിവും ഗമയൊന്നുമല്ല, അവരുടെ പിതാക്കന്മാർ അവരെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. ആ മാതൃക വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഇന്ന് മനോഹരമായിട്ട് നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ അവരിയ്ക്കുന്നത്. നിങ്ങൾ ആലോചിക്കേ, എന്നെക്കാൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരെക്കാൾ എനർജറ്റിക് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ സൂം പ്ലാറ്റ്ഫോമിൽ. അതിന്റെ കാരണം അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വർത്തിച്ച് പോരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കിത് കിട്ടുന്നുണ്ട്. ഇതെങ്ങനെ കിട്ടും? ഇവിടെയാണ് ഞാൻ പറഞ്ഞു, എനിക്ക് അഭിമാനം എന്ന് തോന്നുന്ന ഒരു കമ്പനിയാണ് ബയോട്ടോറിയം. ബയോട്ടോറിയം എന്ന് പറയുന്നത് ബയോ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളാണ് അവിടെ നിന്ന് പുറത്തേക്ക്. ഒരുപാട് ഉൽപ്പന്നങ്ങളാണ്, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ബയോ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളിൽ നമുക്കറിയാം, ഈ ശരീരത്തിന്റെ അകത്ത് ഇത് വേണം. ശരീരത്തിന്റെ മാഗ്നറ്റിക് എനർജി വേണം. ഇത് കിട്ടണമെങ്കിൽ ബയോ മാഗ്നറ്റിക് 24/7 ചെരുപ്പിടാതെ ചെരുപ്പിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് കിട്ടാതെ പോകുന്നതുകൊണ്ട് കിട്ടിയേ പറ്റൂ എന്നുള്ള ചിന്തയാണ് ഇന്നത്തെ മോഡേൺ ടെക്നോളജി, അല്ലെങ്കിൽ പഴയ ആളുകൾ പഠിച്ചു വന്നിട്ടുള്ള ആ രീതി മാറ്റി വെച്ച് മോഡേൺ ടെക്നോളജിയിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെയാണ്
നമ്മൾ നമ്മുടേതായിട്ടുള്ള നിയോ ഡൈമി മാഗ്നറ്റ് പതിച്ചിട്ടുള്ള ആ റിസ്റ്റ് ബാൻഡ്സ്, അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന വാട്ടർ എനർജി പാഡ്, ആ പറഞ്ഞിരിക്കുന്ന പില്ലോ പാഡ്, അതുപോലെ തന്നെ നമ്മുടെ മാറ്റ്, സ്ലീപ്പിംഗ് മാറ്റസ് പാഡൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്തൊക്കെ ഉള്ള മാഗ്നറ്റിന്റെ പ്രത്യേകതയാണ് നിയോ ഡൈമി മാഗ്നറ്റ്. പല ആളുകളും പറയും എന്ത് നിയോ ഡൈമി മാഗ്നറ്റ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ പീരിയോഡിക് ടേബിൾ 60ാമത്തെ മൂലകമുണ്ട് അല്ലെ, സ്കൂളിൽ പഠിക്കുന്ന 60ാമത്തെ മൂലകമാണ് നിയോ ഡൈമി മാഗ്നറ്റ് എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ റെയർ എർത്താണ്, മണ്ണിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് എടുക്കുന്നത് സാധാരണപ്പെട്ട ആളല്ല എടുക്കുന്നത്. ഇത് വിദ്യാസമ്പന്നനായിട്ടുള്ള മാഗ്നറ്റ് തെറാപ്പിയിലും അതുപോലെ നാനോ ടെക്നോളജിയിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഇന്ന് ഫേമസ് ആയിട്ടുള്ള ഒരേ ഒരു ഡോക്ടറാണ് നമുക്കറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഒരു വ്യക്തിയാണ് സാഗർ ജോഷി എന്ന് പറയുന്നത്. അദ്ദേഹം അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അതിനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതിനെ കൃത്യമായിട്ട് ബട്ടൺസ് രൂപത്തിലാക്കി അത് താഴെയിട്ട പൊട്ടുവന്നും വെള്ളത്തിലിട്ട് അടുത്തു പോകുന്നു, മണ്ണിട്ട് കാലക്രമേണ മണ്ണായി പോകുന്നു ഒക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് ഒരു നിക്കലും കോബാൾട്ടും കൂടെ പൂശിയാണ് നമ്മുടെ ഈ ഉൽപ്പന്നത്തിലൊക്കെ വെച്ചിരിക്കുന്നത്. 4 ഉൽപ്പന്നം ഞാൻ പറഞ്ഞു. റിസ്റ്റ് ബാൻഡ് ഞാൻ പറഞ്ഞു. റിസ്റ്റ് ബാൻഡ് അകത്ത് 36 മാഗ്നറ്റ് ഉണ്ട്, ശരിക്കും 33 മാഗ്നറ്റ് ഉണ്ട്. ഒരെണ്ണത്തിന്റെ പവർ 3 to 5 ഗോസ് പവർ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1,65,000 ഗോസ് പവർ ഉള്ള ഈ മാഗ്നറ്റ് പ്രഷർ കൂടിയത് നോർമൽ ഉള്ള ആൾ വളർത്തിയ കൈ കെട്ടിയാൽ പ്രഷർ നോർമൽ ആകും. എനിക്ക് സംശയമില്ല കേട്ടോ. ഞാൻ ഏത് വീട്ടിൽ പോയാലും പ്രഷറിന്റെ മെഷീൻ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ തന്റെ ഇടമുണ്ട്. എത്ര വലിയ ഡോക്ടറെ എടുത്ത് പോയാലും ഞാൻ പ്രഷർ കൃത്യമായിട്ട് ആക്കി കൊടുക്കുന്ന ഒരു സംവിധാനം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഇത് മാറും, അതിനകത്ത് നമ്മൾ തർക്കമൊന്നും വേണ്ട, വെല്ലുവിളി ഒന്നും ഇല്ല, അത് കറക്റ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യം. ബ്ലഡിന്റെ സർക്കുലേഷൻസിനെ അതിന് കറക്റ്റ് ആയിക്കോളും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തലവേദനയ്ക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞു, ഇത് തൈറോയിഡിന് ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. വേദനകൾ ഏത് അത് പറയുന്നുണ്ടെന്നല്ല, അത് ശരിയാണ്, അങ്ങനെയെല്ലാം ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ആ ബാൻഡിന്റെ നീളം കൂടുതലൊക്കെ ഇട്ടേക്കുന്നത്. അപ്പൊ സാങ്കേതിക അത്ര എനർജറ്റിക് ആയിട്ടുള്ള, അത്ര അറിവ് സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. രണ്ടാമത്തെ കാര്യം എന്താണ്, വാട്ടർ എനർജി പാഡ്. നമുക്കറിയാം വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. എന്താണ്, ആരോഗ്യമുള്ള ഓരോ വ്യക്തിയും ഓരോ 20 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം കുടിക്കണം. എങ്ങനെ കുടിക്കണം? ഞാൻ കുടിച്ചത് ഒറ്റ കമത്തായിരുന്നു കേട്ടോ. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ കുടിക്കേണ്ടത്, ഓരോ കവിള് വെള്ളം വെച്ച് കുടിക്കണം. എന്ന് പറഞ്ഞാൽ 80 കിലോ ഉള്ള ഒരു വ്യക്തി 4 ലിറ്റർ വെള്ളം കുടിക്കണം. സിപ്പായിട്ട് കുടിക്കാൻ പറഞ്ഞു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക ഇന്നത്തെ എല്ലാ വെള്ളവും ഹാർഡ് വാട്ടർ ആണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ വീട്ടിലെ പച്ചവെള്ളം കട്ടിയുള്ള പ്ലാസ്റ്റിക് കുപ്പിയിലോ ചില്ലു കുപ്പിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഈ ചില്ലുകുപ്പിനെ ഇപ്പൊ മനേഷ് സാറിനെ പോലെ ആളുകൾ എവിടെ പോയാലും ഞാൻ നോക്കിയിട്ട് നടക്കില്ല, കാരണം എന്റെ ഒരുപാട് കുപ്പികൾ പൊട്ടിപ്പോയോണ്ട് നടക്കില്ല. പക്ഷെ അദ്ദേഹത്തെ പോലെ ആളുകൾ അത്രയും പവിത്രമായിട്ടാണ് ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മേഖലയിൽ ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോ അദ്ദേഹം ആ കുപ്പി, പൊട്ടുന്ന കുപ്പി മടിയിൽ വെച്ച് കൊച്ചിനെ പിടിക്കുന്ന പോലെ, ശരിയല്ലേ, ചില ആളുകൾ താലോലിച്ച് പിടിക്കുന്ന മൊബൈലാ, സാറ് താലോലിച്ച് പിടിക്കുന്ന മൊബൈലല്ല, കൊച്ചിനെ പിടിക്കുന്ന പോലെ പിടിച്ചിട്ടുള്ള ഒരു സംഭവം എന്താണെന്നറിയാമോ? വെള്ളക്കുപ്പിയാണ്. ആ വെള്ളക്കുപ്പി പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇടയായിട്ട് സാറ് വെള്ളം കുടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആളുകൾ കൊണ്ടു നടക്കുന്ന വാനിറ്റി ബാഗിലൊക്കെ കൊണ്ടു നടക്കുന്നത് പവർഫുൾ വലിയ മൊബൈലാണ്. ഞാൻ പറയും മൊബൈൽ അല്ല കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ പോകുമ്പോ ആ ബാഗിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഈ വെള്ളവും കൂടി നിങ്ങൾ കരുതണം. ആ കരുതി പവിത്രമായിട്ട് ഏത് മേഖലയിൽ പോയാലും നിങ്ങൾ കരുതാം. അപ്പൊ ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുപ്പി എടുത്ത് വാട്ടർ എനർജി പാഡ് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ അകത്ത് 40ഓളം മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ മോളിക്യൂൾസിന് സ്ട്രക്ചറിനെ, ഘടനയെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടി കുറയ്ക്കുകയാണ് അല്ലെ. ഈ വെള്ളത്തിന്റെ കട്ടി കുറച്ചിട്ട് ഇത് നമുക്കറിയാം സെല്ലുകൾക്ക് മൗത്തുണ്ട്, മൗത്തിലേക്ക് അബ്സോർബ് ചെയ്യണം, ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പാകത്തിന് ആ വെള്ളമാക്കിയെടുക്കും. എന്തിനാ ഇറങ്ങിച്ചെല്ലുന്നത്? ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു, ഒത്തിരി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷവശങ്ങളുള്ള മായം ചേർന്ന ഫുഡുകൾ നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഈ ഫുഡുകളിൽ നിന്നുള്ള ടോക്സിൻസ്, വിഷാംശങ്ങൾ പുറത്തേക്ക് പോകാൻ വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. ഇന്നലെ ആ കൊച്ചി 80 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ലിറ്റർ വെള്ളം കുടിക്കണം. കൊച്ചിയോട് ഞാൻ ചോദിച്ചപ്പോ 2 ലിറ്റർ കഷ്ടി കുടിക്കുന്നുണ്ട് സാറേ എന്നോട് പറഞ്ഞു. പോരാ, 2 ലിറ്റർ അല്ല കുടിക്കേണ്ടത്, നമ്മൾ 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള നിലയിൽ കുടിക്കണം. അതും സിപ്പായിട്ട് കുടിക്കണം. കുടിച്ചു കഴിഞ്ഞു ചില ആളുകൾ ഒറ്റയടിക്ക് കുടിക്കും. ഒറ്റയടിക്ക് കുടിച്ചാൽ നേരെ യൂറിൻ ബ്ലാഡറിലേക്ക് പോയി യൂറിനേറ്റ് ചെയ്ത് പ്രയോജനകരമായിട്ടൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ. മറ്റത് നമ്മൾ പിടിച്ചു വെച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് സെല്ലുകളിലേക്ക് അബ്സോർവ് ചെയ്യും. സെല്ലുകൾ അബ്സോർവ് ചെയ്താൽ സ്വാഭാവികമായിട്ട് ടോക്സിൻസ് പുറത്തേക്ക് പോകും. വാഷ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് എങ്ങനെ പുറത്തേക്കും? ചില എങ്ങനെയാ സാറേ പുറത്തേക്ക് വരാൻ? പുറത്തേക്ക് പോകാൻ ദൈവം തമ്പുരാൻ നമുക്ക് ചില മാർഗങ്ങൾ, പദ്ധതികൾ വെച്ചിട്ടുണ്ട്. ചില ആളുകളുടെ കണ്ണിൽ കൂടി കണ്ണുനീര് വരും. എന്തിനാണെന്നറിയോ? ആ കണ്ണുനീരൊക്കെ കഴിഞ്ഞ് മുഖം കഴിയുമ്പോഴും കണ്ണ് ഫ്രീ ആയി മാറും കേട്ടോ. യെസ് കണ്ണീര് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ കണ്ണിൽ കൂടി ആവശ്യമില്ലാത്ത സാധനങ്ങൾ, കണ്ണുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ പുറത്തേക്ക് പോകും ഇല്ലേ. ഇവിടെ രാജു ഡോക്ടറൊക്കെ പറഞ്ഞ കണ്ണ് കാണത്തില്ലാത്ത പീള കെട്ടിയിരുന്ന കണ്ണിന്റെ അകത്ത് ഈ ഐപാഡ് കെട്ടിയപ്പോ ആ കണ്ണിന്റെ അകത്തുനിന്ന് വൈറ്റ് കളറുള്ള എന്തോ ഒരു ദ്രാവകം താഴേക്ക് വന്നു എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അകത്ത് അത് ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിന് ദോഷകരമായി ബാധിച്ച വസ്തു കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തേക്ക് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളമാണ് നമ്മുടെ ടോക്സിൻസ് റിമൂവ് ആക്കുന്നത്. അടുത്ത എന്താണ്? യൂറിനിലൂടെ പോകുന്നു അല്ലെ. നമുക്കറിയാം നമ്മൾ ഇന്ന് തൊട്ട് വെള്ളം കൃത്യമായിട്ട് കുടിക്കാത്ത ആളുകൾ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങളോട് പറഞ്ഞുതരാം, ഇന്നലെ വരെ നിങ്ങളുടെ യൂറിൻ ഉണ്ടായിരുന്ന സ്മെല്ലിനേക്കാൾ കൂടുതൽ സ്മെല്ലായിരിക്കും ഇന്ന് തൊട്ട് അനുഭവിക്കാൻ പോകുന്നത്.
മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ വെള്ളം കൃത്യമായിട്ട് കുടിക്കുന്ന വ്യക്തികൾക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത എന്താണ് സംഭവിക്കുന്നത്? അടുത്തത് മോഷനിലൂടെ പോകുന്നുണ്ട്. അടുത്ത അടുത്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മോഷൻ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊരു കാര്യം, ഈ പണ്ടത്തെ ആളുകളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തോട്ടിലൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇന്നത്തെ ചില ആളുകൾ നമ്മൾ പഠിക്കണം. നമ്മളിത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിൽ പറയാതെ ഇരിക്കാൻ വയ്യ. ഈ മോഷൻ വെള്ളത്തിൽ മേളിൽ പൊങ്ങിക്കിടന്നാൽ അവന് കൃത്യമായിട്ടും അവന് ദഹനം നടക്കുന്നുണ്ട്, ഉള്ളിൽ ദഹനം നടക്കുന്നുണ്ട്. താന്നു പോയാൽ ദഹനം നടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ രണ്ട് കാര്യം. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷനിലൂടെ പോകുന്നുണ്ട്. ഇനി ചില ആളുകൾക്ക് വിയർപ്പിന് അസഹനീയമായ ദുർഗന്ധമാണ്. എന്താ കാരണം? അവന്റെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ പുറത്തേക്ക് വരുന്നതിന്റെ ഭാഗമാണ് അടുത്ത ആളുകൾക്ക് പോലും നിൽക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ദുർഗന്ധം വമിക്കുക. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന വിയർപ്പിലൂടെ പോകുന്നുണ്ട്. അടുത്ത വോമിറ്റിങ്ങിലൂടെ പോകുന്നുണ്ട്, ഛർദിയിലൂടെ പോകും. അടുത്ത ശ്വാസോച്ഛ്വാസത്തിലൂടെ, ചിലര് ശ്വാസം എന്ത് സ്മെല്ലായിരിക്കും അല്ലെ. അപ്പൊ ശ്വാസോച്ഛ്വാസത്തിലേക്ക് പോകും. ഇത് നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ആരാണ് പറയുന്നത്? ഇത് പറയാനാണ് ബയോ ടൂറിസത്തിലെ വെൽനസ് കൺസൾട്ടന്റ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ വെൽനസ് അഡ്വൈസേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങളെ പോലെ ആളുകൾ ഇവിടെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ ടോക്സിൻസ് റിമൂവ് ആകുമ്പോൾ നമ്മൾ ഫ്രീ ആയി മാറി. അടുത്ത എന്താണ്? ഉറക്കമില്ല. ഉറക്കം എന്ന് പറയുന്നത് ഈ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും. ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഞാൻ പരിഷ്കരിച്ച് ഭ്രാന്ത് പിടിക്കും എന്നുള്ളതാണ്. എത്രയോ ആളുകൾ ഉറക്കത്തിന് വേണ്ടി കാതുറക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. ഉറക്കത്തിൽ ഒരു ഓപ്പറേഷൻ നടന്നപ്പോൾ നമ്മൾ അറിയില്ല, എടുത്തുകൊണ്ട് പോയപ്പോഴും അറിയില്ല. ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാലാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത്? റിപ്പയർ ചെയ്യത്തുള്ളൂ. ബോഡി റിപ്പയർ ചെയ്യണ ഉറക്കമാണ്. ചില ആളുകൾ 2 മണിക്കും 3 മണിക്കും 4 മണിക്കും വെളുപ്പിനെ ഉറങ്ങിയിട്ട് 7 മണിക്കും 8 മണിക്കൊക്കെ എഴുതുന്ന കാണില്ലേ. നിങ്ങൾക്കൊന്നും അധികം ആയുസില്ല. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾക്കൊന്നും ആയുസില്ല. കൃത്യമായിട്ട് 6 മണിക്കൂറെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഉറക്കം പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആയുസില്ല എന്നുള്ള. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഓടുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ സമ്പാദിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുത്താൻ വേണ്ടിയിട്ടാ. നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരെയാ കറക്റ്റ് ചെയ്യാൻ പോണത്? നിങ്ങളെ മക്കളോട് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആവോ? നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ പുറത്തിറങ്ങിയ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ കറക്റ്റ് ആവുക? ഞാൻ കറക്റ്റ് ആയാലും ഞാൻ ഒരാളോട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു 12, ശരിക്കും പറഞ്ഞാൽ 11 മണിക്കോ ഒക്കെ കടന്ന് ഒരു 6 മണിക്കെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. 6 മണിക്കൂർ ഡീപ്പ് ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടി. ഇനി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ മാറ്റി വെക്കണം. ഈ മൊബൈൽ മാറ്റി വെച്ചില്ലെങ്കിൽ ആ മൊബൈലിന്റെ റേഡിയേഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇനി പല കാര്യങ്ങളും, ഒരു മരണം കണ്ടിട്ട് അതിന്റെ ടെൻഷൻ നമ്മുടെ തലയിൽ കിടക്കുക. ഈ ടെൻഷൻ എല്ലാം മറന്ന് ഉറങ്ങുമ്പോൾ സമയം ഒരു 3 മണിക്കൂറിൽ കൊണ്ട് നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ കൃത്യമായിട്ട് 1 മണിക്കൂറെങ്കിലും മാറ്റി. ചില ആളുകൾ മൊബൈലേ ജീവിതം എന്ന് പറഞ്ഞ് നടക്കുക, കൈ കൊണ്ട് നടക്കുക. കൊച്ചിനെ പോലും ഇതുവരെ കയ്യിലെടുത്തിട്ടില്ല, മൊബൈലും കണ്ട് നടക്കുക. കൈ അങ്ങോട്ട് പോയാൽ കൊണ്ടുവന്നു, ഇങ്ങോട്ട് പോയാൽ കൊണ്ടുവന്നു. ഒന്ന് ആലോചിക്കുക, ഇതില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നതാ. ഒന്നുമില്ല. എത്ര കൂട്ടുകാരുണ്ടെങ്കിലും, എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ എത്ര വേണ്ടപ്പെട്ടവരുണ്ടെങ്കിലും, നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ക്ഷയിച്ചാൽ ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല കേട്ടോ. അത് തെളിവാണ്, പല അനുഭവസ്ഥരുടെയും തെളിവാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. കോവിഡിന്റെ സമയത്ത് കേരളത്തിൽ ഏറ്റവും വലിയ സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ താമസിക്കുന്ന കോഴിക്കോടുകാരനായ ഒരു വ്യക്തിനെ കോവിഡ് ബാധിച്ച് മരിച്ചപ്പോ ചന്ദനിൽ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വെള്ളം ഇട്ട് ചുറ്റിക്കെട്ടിയ ആളുകൾ ഈ ബോഡി തീയിലേക്ക് തട്ടിയിട്ട സാഹചര്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്. 3ാമത്തെ നിലയിൽ നിന്നുകൊണ്ടാണ് മക്കളും ആ ഭാര്യയും ആ പ്രിയപ്പെട്ടവനെ അന്ന് വരെ താലോലിച്ച് കെട്ടിപ്പിടിച്ച് ആ പ്രിയപ്പെട്ടവനെ നോക്കിയത്. ഒരു അന്തിചുംബനം പോലും കൊടുക്കാൻ പറ്റിയോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് സംഭവിച്ച് നിങ്ങൾ മരണപ്പെട്ടാലും കിടക്കയിലായാലും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ കുറെ കഴിയുമ്പോൾ അകന്നുപോയി നാളുകളിൽ നിങ്ങൾ ഒറ്റയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. എന്താ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യമാണ്, നിങ്ങളുടെ കൂട്ടുകാരല്ല. നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളുടെ മക്കളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. നിങ്ങൾ അനാരോഗ്യവാനായിരുന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? പുറത്ത് ജങ്ക് ഫുഡ് കഴിക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ കറക്റ്റ് ആയാൽ അവർ കറക്റ്റ് ആയിരിക്കും. നമ്മൾ കറക്റ്റ് ആകുന്ന സമയത്ത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ആയിക്കോളും. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉറക്കം കിട്ടിയില്ല, ഡിപ്രഷൻ ഉണ്ടാവും, നമുക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴായിരിക്കും. അപ്പൊ മെലാറ്റോണിൻ എന്ന് പറയുന്ന സംവിധാനം നമ്മൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാറ്റസ് പില്ലോ പാഡ് നമുക്ക് അനിവാര്യമാണ്. അതുപോലെ മാറ്റസ് പാഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ എല്ലാ ഓർഗൻസും റെസ്റ്റ് എടുക്കും കേട്ടോ. ആ സമയത്ത് ഷുഗർ പോലുള്ള, കൊളസ്ട്രോൾ പോലുള്ള, തൈറോയ്ഡ് പോലുള്ള രോഗമുള്ള ആളുകളുടെ ബ്ലഡിന് കട്ടി കൂടുതല. ഈ കട്ടി കൂടിയ ബ്ലഡ് അപ്പൊ നമ്മുടെ മാറ്റസ് പാഡ് കട്ടിലേ വിരിച്ച് കിടന്നിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ, അവിടെ 24/7 എന്നുള്ള നിലയിൽ അവിടെ പ്രവർത്തിക്കുമ്പോൾ ബ്ലഡിന്റെ കട്ടി കുറയും, വിസ്കോസിറ്റി കുറഞ്ഞ പച്ചവെള്ളം പോലെ ഓടുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും, അവർക്ക് സ്ട്രോക്കും അറ്റാക്കും ഉണ്ടാവത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആ പകല് റിസ്റ്റ് ബാൻഡ് കൈയൊക്കെ ഇട്ട വെള്ളം കുടിക്കുക. ചില ആളുകൾ റിസ്റ്റ് ബാൻഡ് ഇട്ടാൽ ഭയങ്കര നാണം കേട്ടോ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ചങ്ങല പോലത്തെ ചെയിനൊക്കെ ഇട്ട് നടക്കാൻ ഒരു നാണവും ഇല്ല.
ചില ആളുകൾ റിസ്റ്റ് ബാൻഡ് കെട്ടാൻ. ഞാൻ പറഞ്ഞു റിസ്റ്റ് ബാൻഡ് കെട്ടണം, വാച്ച് ഒന്നും വേണ്ട. വാച്ച് ഇപ്പൊ മൊബൈൽ ഉണ്ട്, ആ കയ്യിൽ വാച്ച് ഉപയോഗിക്കുന്ന കയ്യിൽ റിസ്റ്റ് ബാൻഡ് കെട്ടിക്കോ. അത് പ്രഷർ കൂടുതലും കുറവും ഉള്ള ആളുകൾ അതനുസരിച്ച് കെട്ടുക. രണ്ടാമത്തെ കാര്യം, വെള്ളം കുടിക്കുക. പകൽ അത് രണ്ടും ചെയ്യുക, രാത്രി ഈ മാറ്റസ്പാടും പില്ലോപ്പാടും യൂസ് ചെയ്യുന്നത് വഴി ഞാൻ എഴുതി തരാം. ഇന്ന് വരെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ വളരെ അപൂർവമായിട്ട് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ, ഇവിടെ കൺസൾട്ടന്റേഴ്സ് പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് അനുസരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരനുസരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ പറയും, സാറേ ഞാൻ കുളിക്കാതെ കെട്ടി വെച്ചാ, ഞാൻ ഇന്നലെ കെട്ടി കേട്ടോ. ഞാൻ പറയും, ഇന്നലെ ഈ സാധനം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അഴിച്ചു വെച്ചിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നാളെ തൊട്ട് നിങ്ങൾ 1 എന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ 1 വർഷം യൂസ് ചെയ്തിട്ട് 2 ദിവസം മാറ്റി വെച്ചിട്ട് പിന്നെ തുടങ്ങുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ 1 തുടങ്ങും. നിങ്ങളുടെ സന്തത സഹചാരിയായിട്ട് ഇത് കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ പേഴ്സ് കയ്യിലുള്ളത് പോലെ, നിങ്ങളുടെ മൊബൈൽ കയ്യിലുള്ളത് പോലെ, നിങ്ങളുടെ മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉള്ളതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരത്തിൽ ഈ സ്ഥാനം കണ്ടേ പറ്റൂ. അപ്പൊ ലോകത്തെ മാറ്റുക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം, രോഗം വരാനുള്ള കാരണം എന്ന് പറഞ്ഞ ജീവിതശൈലി 90% ജീവിതശൈലി രോഗത്തിന്റെ കാരണം ഇവിടെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ബ്ലഡിന്റെ സർക്കുലേഷൻ ഇല്ലായ്മയാണ്. അപ്പൊ ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ആക്കുന്ന, ഓക്സിജന്റെ അളവ് കറക്റ്റ് ആക്കുന്ന, സെല്ലുകളുടെ ആക്ടിവേഷൻ കറക്റ്റ് ആക്കുന്ന, സ്റ്റാമിന ഇമ്മ്യൂണിറ്റി പറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയുടെ ഭാഗമല്ലേ നമ്മളെല്ലാം നെഞ്ചോട് ചേർത്തിട്ടുള്ളത്? ആത്മാർത്ഥമായിട്ട് നെഞ്ചോട് ചേർത്തിട്ടുള്ള ആളുകളല്ലേ ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് എങ്ങനെ മറ്റുള്ള രക്ഷിക്കാതിരിക്കാൻ പറ്റും? ഇവിടെയുള്ള ചിന്തയെന്നറിയും, ഞാൻ റെഡി ആയിട്ടുണ്ട്, ഞാൻ റെഡിയായി. പക്ഷെ എന്റെ അയൽവക്കക്കാരനും അതുപോലെ തന്നെ എന്റെ വേണ്ടപ്പെട്ടവരും റെഡി ആവണ്ട. എന്താ കാര്യം? അവരോട് പറഞ്ഞ അവരെങ്ങാനും റെഡി ആയാലോ? നിങ്ങൾ ചിന്തിച്ചേ, ആ ചിന്താഗതി നിങ്ങൾ മാറ്റണം. തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ക്ലാസ് കേട്ടതിന്റെ ആ പുറമെ തന്നെ നിങ്ങൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ 10 പേരെ നിങ്ങൾ വിളിക്കും. ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ 10 പേരെ വിളിക്കും. ആരെ വിളിക്കും? ഇന്നലെ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ ആ പിണക്കമുള്ള ആ വ്യക്തിയോട് എനിക്കൊന്ന് പറയാം. ഈ തീരുമാനം എടുക്കണം. ഈ തീരുമാനം നിങ്ങൾ എടുക്കാത്ത കാര്യം, നിങ്ങളെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാത്തടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്ര ഉയരങ്ങളിലേക്ക് നമ്മൾ പോയാലും നമുക്കത് പരാജയമായി മാറും. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അമ്പേ പരാജയമാണ്. നമ്മൾ ഉണ്ടാക്കിയത്, നമ്മൾ കാണിച്ചു കൂട്ടിയൊക്കെ വ്യർത്ഥമാണെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. എന്താണെങ്കിലും എനിക്ക് വളരെ സന്തോഷം. ഈ 183 പേരടങ്ങുന്ന ഏകദേശം ഈ 200 പേര് താഴെ അടങ്ങുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വളരെ സന്തോഷകരമായിട്ട് സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വരുന്നത്. ഞാൻ ഒന്നുകൂടി തുടക്കത്തിൽ പറയാം, അഭിമാനം എന്ന് പറയുന്നത് നമ്മൾ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ തേരാളിയായിട്ടുള്ള KBCയുടെ ചെയർമാൻ ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ, ഡാനിസാർ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ, ബെന്നിസാർക്ക് ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ഒരു കമ്പനി നെഞ്ചോട് ചേർക്കാൻ കഴിഞ്ഞതാണ് എന്റെ അഭിമാനം എന്ന് പറയുന്നത്. ഏറ്റെടുത്ത അന്ന് മുതൽ ഇന്ന് വരെ ഒരേ പവറിലാണ് വന്നത്. കഞ്ഞി കുടിച്ചാലും ശരി, കഞ്ഞി കുടിച്ചില്ലേലും ശരി, കഞ്ഞി കുടിച്ചാലും ശരി തരാം, തീർച്ചയായിട്ടും. കഞ്ഞി കുടിച്ചാലും ശരി, കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ശരി, ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആധികാരികമായ കാര്യം നിങ്ങൾ ക്രമീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ കമ്പെ പരാജയം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. എന്നാണെങ്കിലും എനിക്ക് ഈ പ്രഭാതത്തിൽ ഇത്രത്തോളം നല്ല രീതിയിൽ ക്ലാസ് എടുക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയാണ്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച നമ്മുടെ ഇതിന്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മനോജ് സാറിന് ഞാൻ എന്റെ ഫ്രണ്ട്സ് താങ്ക്സ്, അതൊപ്പം തന്നെ ഡാനിഷ് സാറിന് ഒക്കെ താങ്ക്സ് പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പം MC ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മനോജ് സാറിനെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാറ് സംസാരിച്ച് സാറ് കാണിക്കും. സാർ പ്ലീസ് വെൽക്കം സാർ ഓൺ ടു ദി സ്ക്രീൻ പ്ലീസ്. മനോജ് സാർ പ്ലീസ്. ഓക്കെ സാർ, താങ്ക് യു ജയ്മൻ സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ അപാരമായ ക്ലാസ് ആണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ ആവേശത്തോട് കൂടിയിട്ട് ഇല്ല സോറി വളരെ നന്നായിട്ട് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഈസ് വെൽത്ത്. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളതാണ്. അതില്ലെങ്കിൽ, അത് നശിച്ചു പോയാൽ എല്ലാം തീർന്നു. നമ്മൾ ഒരു 10 ദിവസം കടന്നു കഴിയുമ്പോൾ അറിയാൻ വേണ്ടി സാധിക്കും നമുക്ക് എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായ ഭക്ഷണ രീതികളെ കുറിച്ചാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞത്. നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, വേണ്ട രീതിയിൽ വേണ്ടപ്പോഴും വേണ്ടത്ര കഴിക്കുക എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. വളരെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു അവയർനെസ് നൽകുന്ന പ്രോഗ്രാം ആയിരുന്നു ജയ്മോൻ സാർ നമുക്ക് ഇവിടെ വേണ്ടി അവതരിപ്പിച്ച്. അദ്ദേഹം നല്ലൊരു വെൽനസ് കോച്ചാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് നിങ്ങൾ ഇതുപോലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം. ശരീരത്തിന്റെ ആകൃതിയെ കുറിച്ചും ഹൈറ്റിനെ കുറിച്ചും വെയിറ്റിനെ കുറിച്ചും, ഇത്ര ഹൈറ്റുള്ള ആൾക്ക് ഇത്ര വെയിറ്റ് ഉണ്ടാകണം, ഇത്ര
എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാഗ്നറ്റോ തെറാപ്പി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ട് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ ഒരു കോർ ലീഡർ എന്നുള്ള നിലയിൽ നല്ല ടീമിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ ജയ്മോൻ സാർ. എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ജയ്മോൻ സാറിനും ടീമിനും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ പെരുമ്പാവൂർ പ്രോഗ്രാമാണ്. പെരുമ്പാവൂർ BOP 10 മണിക്ക് നടക്കുകയാണ്. എല്ലാ പ്രോഗ്രാം സെന്ററുകളും സജീവമാകുക എന്നുള്ളതാണ്. അവിടെ ആളുകൾ നിറഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റത്തിലേക്ക് നമുക്ക് ടീമിനെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇന്ന് പ്രോഗ്രാമിന് യാതൊരു കുറവുമില്ല. എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത പ്രോഗ്രാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് പെരുമ്പാവൂർ പ്രോഗ്രാമാണ്. ആ പ്രദേശത്തുള്ള ആളുകൾ പുതിയ ഗസ്റ്റുകളുമായിട്ട് കൃത്യം 10 മണിക്ക് തന്നെ അവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരമാവധി പുതിയ ഗസ്റ്റുകളെ അവിടെ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ഓരോ പ്രോഗ്രാം സെന്ററിലും നമ്മൾ വരുമ്പോഴും 1 or 2 ഗസ്റ്റുകളുമായിട്ട് നമ്മുടെ പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ വിനോദ് സാറാണ്. വിനോദ് സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഇൻഡസ്ട്രിയിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന തന്റെ ഗവൺമെന്റ് ജോലി പോലും റിസൈൻ ചെയ്തുകൊണ്ട് ഈ ഇൻഡസ്ട്രിയുടെ ആഴം എന്താണ്, പരപ്പെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഏറ്റെടുക്കുന്ന വിനോദ് സാറാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നത്. എല്ലാവരും പുതിയ ഗസ്റ്റുകളുമായിട്ട് അവിടെ നേരത്തെ വന്നില്ലെങ്കിൽ സീറ്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ എപ്പോഴും നിറഞ്ഞു ഒഴുകുന്ന ഒരു സദസ്സുള്ള ഒരു വേദിയാണ് പെരുമ്പാവൂർ BOP എന്ന് പറയുന്നത്. നാളെ കൊട്ടാരക്കര BOP ആണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുള്ള പ്രോഗ്രാം സെന്ററുകൾ സജീവമാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഈ ഡയറക്ട് സെല്ലിംഗിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ കൊടുത്തതിനെ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ കണ്ടതിനെ കൊണ്ടൊന്നും നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല. നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരണം. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന BOPകൾ, അതുപോലെ തന്നെ സൂം മീറ്റിങ്ങുകൾ, ഇതെല്ലാം നിങ്ങൾ റെഗുലറായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടും. സൂം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ട്രെയിനിങ്ങുകൾ അതുപോലെ ടീമുകൾ നടത്തുന്നുണ്ട്, അതിൽ പങ്കെടുക്കുക. പ്രൊഡക്ട് ട്രെയിനിങ്ങിൽ ക്യാമ്പുകളിൽ പങ്കെടുക്കുക. അതോടൊപ്പം RTP റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം 2 ദിവസത്തെ പ്രോഗ്രാമാണത്. അതെല്ലാവരും പങ്കെടുക്കണം. 24, 25 തീയതികളിലാണ്. ആദ്യം ബുക്ക് ചെയ്യുന്ന 120, 130 വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏകദേശം 80ഓളം പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ച് സീറ്റുകളേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ലീഡേഴ്സായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പേയ്മെന്റ് അടക്കാൻ വേണ്ടി തയ്യാറാകുക എന്നാണ് പറയാനുള്ളത്. ആ 2 ദിവസത്തെ ട്രെയിനിങ്ങോട് കൂടിയിട്ട് നമുക്ക് വലിയ ഒരു അച്ചീവ്മെന്റ്സിലേക്ക്, ഒരു പാസീവ് ഇൻകത്തിലേക്ക്, നമ്മൾ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലൈഫ് ലോങ് ആയിട്ട് ഒരു പാസീവ് ഇൻകം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഇന്ന് ഇവിടെയുള്ള വൈറ്റ് കോളർ ജോബിന് കിട്ടുന്നതിനേക്കാൾ വലിയൊരു വരുമാനം ലൈഫ് ടൈം കിട്ടാനും അതോടൊപ്പം നമ്മുടെ കാലശേഷം നോമിനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നോമിനേഷൻ ഫെസിലിറ്റിയുള്ള വലിയൊരു സംവിധാനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ആ RTPയിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാകുക. എങ്ങനെ നമുക്ക് വിജയിക്കാം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് നൽകുന്ന 2 ദിവസത്തെ സെഷൻ ആയിരിക്കും അത്. അതുകൊണ്ട് കൃത്യമായിട്ടും അതിൽ കൂടി എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സുപ്രഭാതത്തിൽ ഇത്രയും നല്ല മധുര മനോഹരമായ ഒരു വിരുന്നൊരുക്കി തന്ന ജയ്മോൻ സാറിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. താങ്ക് യു സാറേ. താങ്ക് യു സർ. Thank you, sir.